ഇന്നത്തെ മീറ്റിങ്ങിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഇന്ന് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാവർക്കും തന്നെ ഞാൻ മലയാളികളായിട്ടുള്ള എല്ലാവർക്കും തന്നെ ഞാൻ ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ധാരാളം പേര് വന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും പലരും വരുമെന്ന് പ്രതീക്ഷിക്കണം. ഇതിൽ ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ ഇതിൻ്റെ അകത്ത് കാറ്റഗറൈസേഷൻ ഒന്നുമില്ല, അല്ലെങ്കിൽ ഇത് ആരാണ് ഇതിൻ്റെ അകത്തുള്ളത്. മലയാളം പറഞ്ഞാൽ മനസ്സിലാകുന്ന അഡൾട്ട്സ് ആയിട്ടുള്ള എല്ലാവരും, കുട്ടികളെ നമ്മൾ ക്ഷണിച്ചിട്ടില്ല. ഇന്നലെ ഒരു ഞായറാഴ്ച ക്ലാസ്സിൽ ഒരു പ്രസൻറ്റർ പറഞ്ഞത് GSK പഠിപ്പിക്കേണ്ട കൊച്ചു കുട്ടികളിലാണ്, കാരണം അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു അറിവാണ് അത്. ഒരു വീട്ടിൽ കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതാണ് എന്നൊക്കെ അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്തായാലും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ധാരാളം പേര് ഇന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പേഷ്യൻസ് ഉണ്ട്, സുഹൃത്തുക്കളുണ്ട്, ഫാക്കൽറ്റി ഡോക്ടർ ശശിധരനുണ്ട്. അതിനേക്കാളൊക്കെ വഴി ഇന്നത്തെ ഒരു ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്പിരിച്വൽ ഫാദറാണ്, ഫാദർ മക്തായി തോണിക്കുഴിയുണ്ട്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നിട്ടുള്ളവരെ ഇനി വരാനുള്ളവരെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഇന്നത്തെ ടോപ്പിക്ക് എത്ര പേർക്ക് മനസ്സിലായി എന്ന് എനിക്കറിയത്തില്ല, കാരണം നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് തന്നെ ആദ്യമായി കേൾക്കുന്നവർ പോലും ഇതിൻ്റെ അകത്ത് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ടോപ്പിക്ക് ജർമ്മൻ ന്യൂ മെഡിസിൻ എന്ന് പറയുന്ന GHK എന്ന് ഞങ്ങൾ പേര് വിളിച്ച ജർമാനിക് ഹീലിംഗ് നോളജ്, അല്ലെങ്കിൽ ജർമാനിഷെ ഹൈൽക്കുണ്ടെ എന്നാണ് അതിൻ്റെ ജർമ്മൻ പേര്. അതൊരു അറിവാണ്. ഒരു ജർമാനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാരതീയ എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി എന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ എന്നോ ഒക്കെ പറയുന്ന പോലെ ജർമ്മനിയിൽ ഉത്ഭവിച്ച ഒരു ശാസ്ത്രം, ഒരറിവ്, ഒരു റെവലേഷൻ എന്ന് മാത്രം അതിനെ കരുതിയാൽ മതി. അപ്പോൾ നമുക്ക് രണ്ട് പ്രോഫറ്റ്സ് ഈ ശാസ്ത്ര പഠനത്തിൽ ഉണ്ട്. ഒന്ന് ഡോക്ടർ സാമുവൽ ഹനിമാനാണ്. അദ്ദേഹം ബയോളജിക്കൽ ലോ ഓഫ് ക്യൂർ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ സിമിലിയ സിമിലിബസ് കുരേണ്ട നമുക്ക് വെളിപ്പെടുത്തി തന്നയാളാണ്. രണ്ടാമത്തെ ആളാണ് ഡോക്ടർ ഹാമർ. അദ്ദേഹവും ജർമ്മനിയിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇതും ഒരു ജർമ്മൻ റെവലേഷനാണ്, ജർമ്മൻ വിസ്ഡമാണ്. നമുക്ക് നോളജ് എന്ന് വിളിക്കുന്നതിനേക്കാളും നല്ലത് ഒരു വിസ്ഡം എന്ന് നമുക്ക് വിളിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഒരു വിസ്ഡമാണ്, ഒരു ജ്ഞാനമാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഈ അറിവ് എല്ലാ മനുഷ്യരിലും എത്തിക്കുക എന്നുള്ളതിൻ്റെ ആ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഞങ്ങളുടെ ഗ്ലോബൽ GSK. അതിൻ്റെ നേതൃത്വം കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് 11 മെൻറ്റേഴ്സ് ഉണ്ട്, 27 ഫാക്കൽറ്റി ടീമുണ്ട്, 36ഓളം ഹോമിയോപ്പത്സ് അല്ലാത്ത. ആദ്യത്തെ ഫാക്കൽറ്റി പറഞ്ഞത് ഹോമിയോപ്പത്സ് മാത്രം 27 സീനിയർ ഡോക്ടേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ്. അവർ ഹോമിയോപ്പതിയിൽ എങ്ങനെ GSK ഉപയോഗപ്പെടുത്താം, അല്ലെ GSKയുടെ പഠനവും എങ്ങനെ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യാനായിട്ട് സഹായകമാകും എന്നുള്ളതിനെക്കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ബുധനാഴ്ചയും ഈ ക്ലാസ്സുകൾ നടക്കുന്നു. എല്ലാ ഞായറാഴ്ചയും ജനറൽ പബ്ലിക്കിനുള്ള ക്ലാസ് നടക്കുന്നു. അത് ധാരാളം പേര് പങ്കെടുക്കുന്നുണ്ട്. അത് പെയ്ഡ് വെബിനാർസാണ്. വളരെ നോമിനലായിട്ടുള്ള ഒരു ഫീസ് മേടിച്ചുകൊണ്ട് ഇതിൻ്റെ ടെക്നോളജിക്കലായിട്ടുള്ള എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ലോകത്തിൽ ഒരു വിപ്ലവമായിട്ട് വളരെ ഏറ്റവും നവീനമായിട്ടുള്ള ഒരു ജ്ഞാനം, അതാണ് ജർമ്മൻ ന്യൂ മെഡിസിൻ. അങ്ങനെ തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, നിങ്ങൾക്ക് കാണാൻ പറ്റും. ലോകത്തിലെ ഏതാണ്ട് 10-65 രാജ്യങ്ങളിലോളം ഇതിനോടകം തന്നെ പ്രചാരത്തിലായിരിക്കുന്ന ഒരു ശാസ്ത്രമാണ്, അല്ലെങ്കിൽ ഒരു അറിവാണ്. ഈ അറിവ് മനുഷ്യ സോഷ്യൽ ലൈഫിൻ്റെ അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും വളരെയധികം സ്വാധീനം ചെയ്യാൻ പോകുന്ന ഒരു ശാസ്ത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് എത്രയും നേരത്തെ വന്നു എന്ന് അറിയുന്ന സന്തോഷം. കാരണം അവശേഷിച്ചിരിക്കുന്ന കാലം നിങ്ങളുടെ ആരോഗ്യ സംബന്ധമായ അറിവുകളിൽ തീർച്ചയായിട്ടും ജർമാനിക് ഹീലിംഗ് നോളജ്, ജർമാനിഷെ ഹൈൽക്കുണ്ടെ, അല്ലെങ്കിൽ ജർമ്മൻ ന്യൂ മെഡിസിൻ, അല്ലെങ്കിൽ ജർമാനിക് ഹീലിംഗ് നോളജ്, ഇതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാതെ പോയാൽ നിങ്ങൾ നിങ്ങളോടും നിങ്ങളുടെ സഹോദരങ്ങളോടും നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും കുടുംബ അംഗങ്ങളോടും ചെയ്യുന്ന അക്ഷന്തവ്യമായ കുറ്റമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം നമ്മൾ സമൂഹത്തിനോട് സേവനം ചെയ്യുന്നതിൻ്റെ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഹ്യൂമാനിറ്റേറിയൻ സർവീസ് GHK പഠിപ്പിക്കലായിരിക്കും. നിങ്ങളോട് തന്നെ നിങ്ങളുടെ ആരോഗ്യം അങ്ങനെ വെറുതെ കളയാൻ വേണ്ടിയിട്ടുള്ളതല്ല. ദൈവം നമുക്ക് തന്നിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ ഈ ശരീരവും നമ്മുടെ മനസ്സും തലച്ചോറും ഒക്കെ കൂടെ കൂടുന്ന നമ്മുടെ ഹ്യൂമൻ ഓർഗാനിസം. അതിനെ ഭംഗിയായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് അതിൻ്റെ അതൊന്നും നമുക്ക് പിന്തിരിയാൻ പറ്റത്തില്ല. നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു കർത്തവ്യം ഫെയിലിയറാണ്, അത് ചെയ്യാൻ പാടില്ല. അപ്പം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ വിഷയം ഒരു തുടർച്ചയാണ്. ഇതിനോടകം ഒരു 15 ടോപ്പിക്
നമ്മൾ ഇതിനോടകം കവർ ചെയ്തു. അതായത് 15 വെബിനാറുകൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 15 വീഡിയോസ് എൻ്റേതും ഒരു 5 വീഡിയോസ് ഡോക്ടർ ശശിധരൻ്റെയും നിങ്ങൾക്ക് കാണാൻ പറ്റും. ദൈവം സഹായിച്ചാൽ നമുക്ക് ഈ പ്രോസസ്സ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്ന് വിചാരിക്കുകയാണ്. കാരണം നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു പുതിയ മെഡിക്കൽ കോളേജ് ചേരുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു വലിയൊരു തപസ്യാണ് ഇത് മുഴുവനും പഠിക്കുക എന്ന് പറയുന്നത്. കാരണം അതിലൂടെ നമുക്ക് ആരോഗ്യം എന്നത് എന്താണെന്ന് ശരിയായി മനസ്സിലാകുന്നു. അത് നിങ്ങൾ പഴയ വീഡിയോസൊക്കെ കാണുക. രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയപ്പെടുന്ന പോലെ നമുക്കിട്ട് പണി തരാൻ, നമ്മളെ ഉപദ്രവിക്കാൻ, നമുക്കിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പ്രകൃതി കാത്തുവെച്ചിരിക്കുന്ന ഒരു ശിക്ഷ നടപടിയൊന്നുമല്ല. ഞാൻ ഈ പ്രാർത്ഥനയോടുകൂടി ക്ലാസ് തുടങ്ങുമ്പോൾ പലരും എന്തിനാണ് ഡോക്ടർ ഇതിന് മാത്രം ഈ പ്രാർത്ഥന ദൈവികം എന്നൊക്കെ പറയുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. അത് പൂർണ്ണമായും അറിവിലേക്ക് വരാത്തതുകൊണ്ടാണ്. പൂർണ്ണമായി ആർക്കും അറിവിലേക്ക് വരാൻ പറ്റത്തില്ല. പക്ഷെ അറിവ് എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തിൻ്റെ ദാനമാണ്. അത് മനസ്സിലാക്കുന്നിടത്താണ് നമ്മളുടെ എളിമയും നമ്മുടെ നിസ്സാരതയൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് നമ്മൾ കൂടുതൽ ആഴത്തിലേക്ക് വിജ്ഞാനത്തിലേക്ക് പോകാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ നേടുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരെ കൂടുതൽ പഠിക്കാനായിട്ട് വരുന്നു, അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നു, നിങ്ങളുടെ സുഹൃത്തുക്കളിലും ബന്ധുക്കളിലേക്ക് ഷെയർ ചെയ്യുന്നു. ഇതൊക്കെ ഒരു പ്രക്രിയ, ആരുടെയും എൻ്റെയോ അല്ലെ എൻ്റെ ടീമിൻ്റെ ഒന്നും കഴിവുകൊണ്ടല്ല ചെയ്യുന്നത്. ഇതൊരു അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു ഇതാണ്. ഇത് നിലനിൽക്കേണ്ടത് ദൈവത്തിൻ്റെ പരിപാലനയിൽ, അല്ലെങ്കിൽ ഇത് അത്യാവശ്യമാണെങ്കിൽ ഇത് വ്യാപിക്കും, പ്രചരിക്കപ്പെടും തന്നെ ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. അത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ്. അതുകൊണ്ട് ഇന്നത്തെ ടോപ്പിക്ക് ബ്രെയിനിനെ കുറിച്ചാണ്. അപ്പോൾ ബ്രെയിൻ അല്ലെങ്കിൽ തലച്ചോറ് എന്തുമാത്രം ആരോഗ്യ സംരക്ഷണയിൽ അല്ലെങ്കിൽ ആരോഗ്യത്തിൽ എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് ഇന്ന് നിലവിലുള്ള ഒരു വൈദ്യശാസ്ത്രവും ചർച്ച ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കൺവെൻഷണൽ മെഡിസിൻ ആയിക്കോട്ടെ, അതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അതിനെ തുടർന്ന് കുറച്ച് ഹോമിയോപ്പതി മെഡിസിനും കൂടെ പഠിപ്പിക്കുന്ന ഹോമിയോപ്പതി എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിക്കോട്ടെ, ആയുർവേദ ഡോക്ടർമാർ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവരുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ ആയുർവേദമായാലും അലോപ്പതി ആയാലും ഏത് മെഡിക്കൽ സയൻസ് ആണെങ്കിലും അതിൽ വേണ്ട രീതിയിൽ ബ്രെയിനിൻ്റെ ഫങ്ഷൻ, ബ്രെയിനിൻ്റെ പ്രാധാന്യം ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളിടത്താണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിൻ്റെ പ്രാധാന്യമുള്ളത്. അപ്പോൾ ഇറ്റ്സ് എ ബ്രെയിൻ കോഡ് ഓഫ് ഹീലിംഗ്. സൗഖ്യമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രോഗം ഉണ്ടാവണം, അല്ലെങ്കിൽ രോഗാവസ്ഥ ഉണ്ടാകണം. അത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ് സൈക്കിക് ലെവലിൽ നിന്നുള്ള കോൺഫ്ലിക്റ്റുകൾ കൊണ്ട്, സംഘർഷങ്ങൾ കൊണ്ട് മാത്രമേ ഒരുവൻ രോഗിയാകുന്നുള്ളൂ. നാച്ചുറൽ ഡിസീസ് അല്ലാതെ ആക്സിഡന്റ് കൊണ്ടോ മാൽന്യൂട്രീഷൻ കൊണ്ടോ പോയിസണിങ് കൊണ്ടോ ഉണ്ടാകുന്ന രോഗാവസ്ഥ രോഗമേ അല്ല. അത് പ്രകൃതിജന്യമായ നാച്ചുറൽ ഡിസീസ് അല്ല. അപ്പൊ നമ്മൾ രോഗം എന്ന് പറയുമ്പോൾ നമ്മുടെ അതിജീവനത്തിന് വേണ്ടി, 5th ബയോളജിക്കൽ ലോ, അതിജീവനത്തിന് വേണ്ടിയിട്ട് നമുക്ക് അനുകൂലമായിട്ടുള്ള ചില പ്രക്രിയകളുടെ മൊത്തം തുകയാണ്. അതിനെ പ്രോഗ്രാമായിട്ടാണ് GHK കണക്കാക്കുന്നത്. അതായത് കോൺഫ്ലിക്റ്റുകൾ കൊണ്ട് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി സ്റ്റേജ് വരുന്നു, അതിന് റെസൊല്യൂഷൻ വരുന്നു, റെസൊല്യൂഷൻ പരിഹരിക്കപ്പെടുക എന്ന് പറഞ്ഞ് അതിനുശേഷം വരുന്ന കോൺഫ്ലിക്റ്റ് ഹീലിംഗ്. അപ്പോൾ ഇതിൻ്റെ മുഴുവനും മോണിറ്ററിങ്, ഇതിൻ്റെ മുഴുവനും കൺട്രോൾ ചെയ്യുന്ന സാധനം, ഇതിൻ്റെ മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ബ്രെയിനാണ്. അത് ഹ്യൂമൻ ഓർഗാനിസത്തിൻ്റെ മീഡിയേറ്റർ മാത്രമാണ് ബ്രെയിൻ. അതല്ല അതിൻ്റെ ക്യാപിറ്റൽ, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി. അതിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനം നമുക്കുണ്ട്. അതാണ് നമ്മുടെ സൈക്കി, അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ്, അല്ലെങ്കിൽ മനസ്സെന്ന് പറയുന്നത്. അപ്പം മനസ്സിനാൽ ട്രിഗർ ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളിലൂടെ നമ്മൾ വേണ്ട രീതിയിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് വരുന്നില്ലെങ്കിൽ അത് ചില സിംറ്റംസ് നമ്മുടെ ശരീരത്തിൽ പ്രകടിപ്പിക്കും. ആ പ്രകടിപ്പിക്കപ്പെടുന്ന സിംറ്റംസ് ഒന്നും നമുക്കിട്ട് പണി തരാൻ, നമ്മളെ ഉപദ്രവിക്കാൻ പ്രകൃതി കരുതി വെച്ചിരിക്കുന്ന മാരകമായ പ്രയോഗങ്ങളൊന്നുമല്ല. നമ്മളെ അതിജീവിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമിൻ്റെ ഭാഗങ്ങളാണ് എന്നുള്ളതാണ് ജർമ്മൻ ന്യൂ മെഡിസിൻ അല്ലെങ്കിൽ GHKയുടെ ക്രക്സ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അതിൻ്റെ എസെൻസ്. ഇത് നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ ബ്രെയിൻ കോഡ് ഓഫ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഹീലിംഗ് പ്രോസസ്സിൽ എന്തുമാത്രം ബ്രെയിനിൻ്റെ ഫങ്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ഈ GHKയുടെ ബയോളജിക്കൽ മാപ്പ്, ദീസ് ആർ ഓൾ ബയോളജിക്കൽ പ്രോഗ്രാം. അല്ലാതെ ഒരു കെമിക്കൽ ആക്ഷനോ അല്ലെങ്കിൽ ഒരു മോണിറ്റേർഡ് ആയിട്ടുള്ള എന്തെങ്കിലും മെക്കാനിക്കൽ ഒന്നുമല്ല. ദിസ് എ ബയോളജി. മനുഷ്യൻ ഇവിടെ എങ്ങനെ സ്ഥിതി ചെയ്യണം, എങ്ങനെ സൃഷ്ടിക്കപ്പെടണം, എങ്ങനെ നിലനിൽക്കണം, എങ്ങനെ അതിജീവിക്കണം, എങ്ങനെ ഇല്ലാതെയാകണം, ഇതെല്ലാം ബയോളജിക്കലി പ്രോഗ്രാംഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതാണ് ഈ പറയുന്ന ഈ ഹോൾ പ്രോഗ്രാം. അതിൻ്റെ പ്രധാനപ്പെട്ട മീഡിയേറ്റർഷിപ്പ് ചെയ്യുന്ന ഒരു അവയവമാണ് നമ്മുടെ ബ്രെയിൻ. അപ്പോൾ ബ്രെയിനിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾ സത്യമായിട്ട് മനസ്സിലാക്കുക. ഞാൻ
51ാമത്തെ വർഷമാണ് വൈദ്യശാസ്ത്രത്തിൽ കൈവച്ചിട്ട് ഹോമിയോപ്പതി പഠിക്കാൻ കോളേജിൽ ചേർന്നത് 74-ലാണ്. അപ്പം അന്ന് മുതൽ ഹോമിയോപ്പതി പഠിച്ചിട്ട് ഞാൻ അല്പമെങ്കിലും കുറച്ച് മെച്ചമായിട്ട് പഠിച്ചത്, എംബ്രിയോളജി നന്നായിട്ട് പഠിച്ചത് NIH പോയപ്പോഴാണ്. നമ്മുടെ കോളേജിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം എനിക്കറിയാം, നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നത്, ഞാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതിന് ശേഷം സെൻട്രൽ കൗൺസിൽ ഓഫ് ഹോമിയോപ്പതി വർക്ക് ചെയ്തതാണ്. അതിൻ്റെ എഡ്യൂക്കേഷൻ കമ്മിറ്റി മെമ്പർ ആയിരുന്ന ആളാണ്. അതുകൊണ്ട് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം കോളേജുകളിൽ നടപ്പാക്കുന്നത് ഹോമിയോപ്പതിയുടെ, അതുപോലെ തന്നെ കൺവെൻഷണൽ മെഡിസിൻ. അപ്പോൾ അവിടെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് തുടങ്ങി ന്യൂറോളജി പഠിക്കണം, ന്യൂറോളജി അല്ലെങ്കിൽ സൈക്യാട്രി അല്ലെങ്കിൽ സൈക്കോളജി, ഇങ്ങനെയുള്ള വിഷയങ്ങൾ പഠിച്ചാൽ മാത്രമേ. ഇതങ്ങനെയല്ല. നമ്മൾ നോളജ് ഓഫ് ഹെൽത്ത്, ഡിസീസ് ആൻഡ് ക്യൂർ, ഇതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ബ്രെയിനിനെ കുറിച്ച് പഠിക്കാതെ പറ്റത്തില്ല എന്ന് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അറിവാണ് GNM നമുക്ക് തരുന്നത്. അതുകൊണ്ട് സൈക്കി ബ്രെയിൻ ബോഡി അല്ലെങ്കിൽ സൈക്കി ബ്രെയിൻ ഓർഗൻ എന്ന് പറയുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള മെഡിസിൻ എന്ന് പറയുന്ന മെഡിക്കൽ സയൻസിൻ്റെ ഏറ്റവും നഷ്ടപ്പെട്ട അല്ലെങ്കിൽ വിട്ടുകളഞ്ഞ് പോയ പരിഗണിക്കപ്പെടാതെ തഴഞ്ഞു കളഞ്ഞ ഒരു പ്രധാനപ്പെട്ട പഠന മേഖലയാണ് എന്ത്? സൈക്കി ബ്രെയിൻ ആൻഡ് ഓർഗൻ. അവർ സൈക്യാട്രിക്കാർ പഠിക്കും, അല്ലെങ്കിൽ ബ്രെയിൻ ന്യൂറോളജിസ്റ്റ് പഠിക്കും. പക്ഷേ ഒരു ഡെന്റിസ്റ്റിനോ ഒരു ഡെർമറ്റോളജിസ്റ്റിനോ ഒരു ഗാസ്ട്രോ എൻട്രോളജിസ്റ്റിനോ ഒന്നും പഠിക്കേണ്ടാത്ത ഒരു വിഷയം പോലെയാണ് ബ്രെയിനിൻ്റെ 2ാം സ്ഥാനമായിട്ട് കൊടുത്തിരിക്കുന്നത്. രണ്ടല്ല, അത് പഠിക്കുന്നില്ല. ഡെർമറ്റോളജിസ്റ്റ് എന്തിനാണ് ബ്രെയിൻ പഠിക്കുന്നത്? ബട്ട് നമ്മൾ ഹോമിയോപ്പതി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അല്ല ഇത് GSK പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ബ്രെയിനിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ്. അപ്പോൾ ഡീകോഡിങ് ഓഫ് ദി ബ്രെയിൻ ആണ് നമ്മുടെ ഡ്യൂട്ടി, അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ജർമ്മൻ ന്യൂ മെഡിസിൻ അല്ലെ ജർമാൻഷ്യ ആയിട്ടുണ്ട് GSKയുടെ കീ അത്രമാത്രം കീ ആണ് ബ്രെയിൻ. അപ്പോൾ കോൺഫ്ലിക്റ്റ് ടു ഹീലിംഗ്, ഇതാണ്. കോൺഫ്ലിക്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ സെൻസസ് എല്ലാം എക്സ്പോസ്ഡ് ടു ഡിഫറെൻറ്റ് കോൺഫ്ലിക്ട്സിലൂടെ കോൺഫ്ലിക്ട്സ് നമ്മുടെ സെൻസസിലൂടെ നമ്മുടെ മൈൻഡിലേക്ക് എൻ്റർ ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്ന റിയാക്ഷൻസ് എല്ലാം കൂടെ അതിൻ്റെ ആകത്തുകയാണ് രോഗം എന്ന് പറയുന്നത്. അതൊന്നും നമുക്കിട്ട് പണി തരാനല്ല, അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാനല്ല. അത് പ്രകൃതിയുടെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഗ്രാമിനനുസരിച്ചാണ് നമ്മുടെ ബോഡിയിലുള്ള ഈ റിയാക്ഷൻസ് വരുത്തുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ബ്രെയിൻ റിലേസ് ഓഫ് ലൈഫ് എന്ന് വേണം പറയാൻ. അപ്പം ബ്രെയിൻ റിലേസ് ഓഫ് ലൈഫ്, ഇത് അണ്ടർസ്റ്റാൻഡിങ് GHK ത്രൂ ദി കൺട്രോൾ സെൻറ്റർ. അതായത് ഒരു കൺട്രോൾ സെൻറ്റർ ആയിട്ട് നമ്മൾ ഈ ബ്രെയിനിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു മീഡിയേറ്റർ ആണ് ബിറ്റ്വീൻ ദി സൈക്കി ആൻഡ് ദി ബോഡി. ഇപ്പോൾ ഓർഗനും മനസ്സിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കൺട്രോളിങ് സെൻറ്റർ ആയിട്ട് ബ്രെയിനിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ബ്രെയിൻ കണക്ഷൻ എന്ന് പറയുന്നത് സൈക്കിയും ബോഡിയും കൂടെ കൺട്രോൾ ചെയ്യുന്ന ഒരു കൺട്രോൾ ടവർ അല്ലെങ്കിൽ കൺട്രോൾ സെന്റർ എന്നൊക്കെ നമുക്ക് പറയാം. നിങ്ങൾ കൺട്രോൾ ടവറിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഒരു വലിയൊരു എയർപോർട്ടിലാണെങ്കിൽ ഒരു കൺട്രോൾ ടവർ ഉണ്ട്. ഇറ്റ് കൺട്രോൾസ് ഓൾ ദി എയർക്രാഫ്റ്റ്സ് അല്ലെങ്കിൽ ഓൾ ദി ഫ്ലൈറ്റ്സ് ഷെഡ്യൂൾഡ് ആയിട്ടുള്ള. അതിന് അവിടുന്ന് വരുന്ന മെസ്സേജ്, അവിടുന്ന് വരുന്ന മെസ്സേജിൽ ഉണ്ടാകുന്ന കണ്ടൻസ്, ഇതെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും അത്യാവശ്യത്തിനുള്ളതെല്ലാം സോർട്ട് ചെയ്യുന്ന ജോലി ആ കൺട്രോൾ ടവറിലിരുന്നാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൺട്രോൾ ടവർ എന്ന് പറയുന്നത് ഈ തലയുടെ മുകളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന സാധനമാണ്. ദാറ്റ് ഈസ് എക്സ്പോസ്ഡ് ടു സോ മെനി ആന്റീനാസ് ഓപ്പൺ ടു ത്രൂ ദി ഐസ്, നോസ്, ടച്ച്, 5 സെൻസസിലൂടെ എക്സ്പോസ് ചെയ്തിരിക്കുന്നു ഡിഫറെന്റ് കോൺഫ്ലിക്ട്സ്. വി ഹിയർ, വി ടേസ്റ്റ്, വി സ്മെൽ, വി സീ, ഇതെല്ലാം നമുക്ക് കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കുന്നു. അതിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് സോർട്ട് ഔട്ട് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും കൊടുക്കുക എന്നതാണ് ബ്രെയിനിന്റെ ഫങ്ഷൻസ്. ഈ കൂടുതലായിട്ട് നിങ്ങൾ മനസ്സിലാകുമ്പോൾ മനസ്സിലാവും. അപ്പം ഒരു ബയോളജിക്കൽ മാപ്പ് അല്ലെങ്കിൽ ഈ മാപ്പിംഗ് പ്രോസസ്സിൽ ബ്രെയിൻ ബിക്കംസ് ദി സെൻറ്റർ, ഇറ്റ് ബിക്കംസ് ദി സെൻറ്റർ. അല്ലെങ്കിൽ GHKയുടെ പഠനത്തെക്കുറിച്ച് പറയുമ്പോൾ ആ പെർസ്പെക്റ്റീവ്, GHK പെർസ്പെക്റ്റീവ് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ദി സെൻറ്റർ ഓഫ് ദി മാപ്പിംഗ് ഓഫ് ദി GHK എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയും ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരെയും ഇപ്പോഴും ഒരുവിധം 44 പേര് പങ്കെടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് പേരും കൂടെ വരുമെന്ന് വിചാരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വിഷയത്തിലേക്ക്. പ്രധാനപ്പെട്ട ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഇന്നത്തെ ടോപ്പിക് റോൾ ഓഫ് ബ്രെയിൻ ഇൻ ജർമ്മൻ ന്യൂ മെഡിസിൻ അല്ലെങ്കിൽ GHK. ഇതാണ് നമ്മുടെ ഇതിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു വെബ്സൈറ്റ്. ഇന്ന് ബുക്സ് അല്ല, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കാരോലിൻ മർക്കോലിൻ എന്ന് പറയുന്ന എൻ്റെ ഗുരുനാഥയായ ഡോക്ടർ ഹാമറിൻ്റെ, RKG ഹാമറിൻ്റെ ഡയറക്റ്റ് ഡിസൈപ്പിൾ ആയിട്ടുള്ള ഡോക്ടർ തന്നെയാണ് പുള്ളിക്കാരത്തി. ജർമ്മൻ
ലിറ്ററേച്ചറിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല വെബ്സൈറ്റ്. അതാണ് ഞങ്ങളൊക്കെ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. അതുകൊണ്ട് നിങ്ങളും അത് തന്നെ വായിക്കുക. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തിൻ്റെ വളരെ നക്ഷലായിട്ട് വളരെ ചുരുക്കിയിട്ടാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഇതൊരു പഠിപ്പിക്കൽ സെഷൻ അല്ല, അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കുന്ന സെഷൻ അല്ല. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് എ മോട്ടിവേഷണൽ സെഷൻ. നിങ്ങളെ ഇത് പഠിപ്പിക്കാൻ വേണ്ടി, താല്പര്യം ജനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ മാത്രമാണ് ഞാൻ ഇന്ന് ചെയ്യുന്ന എൻ്റെ ജോലി. അപ്പോൾ നമുക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാനൊരു പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുകയാണ്. ബ്രെയിൻ ഈസ് ദ മീഡിയേറ്റർ ബിറ്റ്വീൻ ദി സൈക്കി ആൻഡ് ഓർഗൻ ഇൻ എവറി SBS. SBS എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്നിഫിക്കൻറ്റ് സ്പെഷ്യൽ ബയോളജിക്കൽ പ്രോഗ്രാം ഓഫ് നേച്ചർ. അതായത് നമ്മൾ GHK അല്ലെങ്കിൽ GNMൻ്റെ അകത്ത് ഡിസീസ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നില്ല, പത്തോളജി എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പത്തോളജി എന്ന് ഡോക്ടർമാർ പറയുമ്പോൾ സംതിങ് ഡിസീസ്ഡ്, അല്ലെങ്കിൽ എന്തോ കേടായ, അല്ലെങ്കിൽ ദ്രോഹം വന്ന, അല്ലെങ്കിൽ പുണ്ണു വന്ന, മുഴ വന്ന എന്നൊക്കെ ഉള്ളതാണ്. ഡിഫറെൻറ്റ് ഇൻഫ്ലമേഷൻ ചേഞ്ചസ്, ഇതെല്ലാം നെഗറ്റീവായിട്ടുള്ള ഒരു സംഗതിയെ പോലെയാണ് നമ്മൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊന്നുമല്ല, ഇതെല്ലാം പോസിറ്റീവാണ്. ഇതെല്ലാം നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ട് മദർ നേച്ചർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാം ആണെന്നുള്ളതുകൊണ്ടാണ് SBS, സിഗ്നിഫിക്കൻറ്റ് ബയോളജിക്കൽ പ്രോഗ്രാം ഓഫ് നേച്ചർ എന്ന് ഓരോ രോഗത്തിൻ്റെയും പേര് കൊടുക്കുക. അപ്പോൾ രോഗം എന്നുള്ള വാക്ക് GHKയിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതെല്ലാം സ്പെഷ്യൽ ബയോളജിക്കൽ സിഗ്നിഫിക്കൻറ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മറന്നുപോയ, പ്രാധാന്യം കൊടുക്കാതെ വിട്ടുകളഞ്ഞ, തഴഞ്ഞു കളഞ്ഞ ഈ ബ്രെയിൻ അല്ലെ തലച്ചോറിൻ്റെ പ്രാധാന്യം നമ്മളുടെ ഓരോ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും, ഓരോ അനുഭവത്തിലും, ഓരോ സിംറ്റത്തിലും, ഓരോ ലക്ഷണങ്ങളാണ് നമ്മൾ രോഗമായിട്ട് പറയുന്നത്. അപ്പോൾ ഓരോ ലക്ഷണങ്ങളിലും എന്തുമാത്രം തലച്ചോറിന് പ്രാധാന്യമുണ്ട് എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ഒരു ചെറിയ ജോലിയാണ് എൻ്റേതുള്ളത്. നിങ്ങളാണ് ബാക്കി പഠിക്കേണ്ടത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ സോഴ്സും ഞാൻ പറഞ്ഞു. learninggnm.com എന്ന് പറയുന്ന വെബ്സൈറ്റ്, നിങ്ങൾ ആർക്കെങ്കിലും പേപ്പർ ഉണ്ടെങ്കിൽ എഴുതി വെക്കുക. www.learninggnm.com. ഇത് നിങ്ങൾ വായിച്ചേ തീരും. അപ്പോൾ ബ്രെയിനിൻ്റെ റോൾ ഏറ്റവും ഭംഗിയായിട്ട് പഠിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്ത് നമ്മളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ഈ പുതിയ അറിവും വിജ്ഞാനവും നമുക്ക് സമ്മാനിച്ച ഡോക്ടർ ഹാമറിനെ സ്നേഹപൂർവ്വം, നന്ദിപൂർവ്വം ഓർമ്മിച്ചുകൊണ്ട്, ബഹുമാനപൂർവ്വം ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ പറയുകയാണ്. ബ്രെയിൻ ഈസ് ദി കൺട്രോൾ സെൻറ്റർ, കൺട്രോൾ ഓഫ് ഓൾ. ഞാനിപ്പോൾ ഇങ്ങനെ കൈയെടുത്ത് എൻ്റെ ഉള്ളിലുള്ള വികാരങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, എൻ്റെ ഉള്ളിലുള്ള ആ ഒരു തീവ്രമായിട്ടുള്ള നിങ്ങളെ പഠിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാനിങ്ങനെ കൈയെടുക്കുമ്പോൾ എൻ്റെ ബ്രെയിനാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ അതിനെ ഒറിജിനലായിട്ട് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹമാണ് തലച്ചോറിലൂടെ എൻ്റെ കൈ ഇങ്ങനെ എടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. എൻ്റെ മനസ്സിൽ നിങ്ങളോട് സംവേദിക്കുമ്പോഴുള്ള, ഞാൻ ആരുടെയും വീഡിയോ ഓൺ ചെയ്തിട്ടില്ല, ഒരു ഫാദർ മത്തായിട്ട് അല്ലാതെ വേറെ ആരുടെയും ഓൺ ചെയ്തിട്ടില്ല. എല്ലാവരും സൈലൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഓപ്പൺ അല്ല. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ സിസ്റ്റത്തെ നോക്കിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും നിങ്ങളെല്ലാവരും എന്നെ കാണുന്നുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇത് നിങ്ങൾ അറിയണം, പഠിക്കണം എന്നുള്ള വല്ലാത്ത ആഗ്രഹത്തോടു കൂടിയാണ് ഞാനിങ്ങനെ സ്ട്രെസ് ചെയ്ത് ഇത്ര തീവ്രമായിട്ടുള്ള ആംഗ്യ വിക്ഷേപങ്ങളിലൂടെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതെൻ്റെ മനസ്സിലുള്ള തീവ്രമായ ആഗ്രഹമാണ്. നിങ്ങളിത് പഠിക്കണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള തീവ്രമായിട്ടുള്ള കൺവിക്ഷൻ ഉള്ളതുകൊണ്ട് നിങ്ങളിലേക്ക് ഇത് കുത്തി കയറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന ശ്രദ്ധ. അപ്പോൾ അത്രമാത്രം എൻ്റെ മനസ്സിൽ നിന്നുള്ളതാണ്, എൻ്റെ ബ്രെയിനിലൂടെയാണ് എൻ്റെ ബോഡിയിൽ പ്രകടിപ്പിക്കുന്ന ഈ എക്സ്പ്രഷൻസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണം നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോരുത്. ബ്രെയിൻ ഈസ് ദി കൺട്രോൾ ടവർ. അപ്പോൾ ഒരു വലിയൊരു എയർപോർട്ടിലാണെങ്കിൽ ഒരു കൺട്രോൾ ടവറേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. ബട്ട് ഇറ്റ് ടേക്സ് കെയർ ഓഫ് ഓൾ ദി ഫ്ലൈറ്റ്സ് ദാറ്റ് ആർ കമ്മിങ് ആൻഡ് ഗോയിങ്. ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും, അല്ലെങ്കിൽ ഏത് ഹൈറ്റിൽ വന്നിരിക്കുന്നത്, എത്രയാണ് ഇതിൻ്റെ ഇവിടെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന മെസ്സേജസ് ഇവിടെ സോർട്ട് ചെയ്യുന്നു. അത് അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ കാറ്റഗറി അനുസരിച്ചിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അത് പാസ് ഓവർ ചെയ്യുന്നു. ചിലപ്പോൾ ഒരാൾ പ്രസവവേദന എടുത്ത് ഫ്ലൈറ്റിലുണ്ട് എന്നായിരിക്കും പറയുന്നത്. അല്ലെ ഒരാൾ ഡെത്ത് ആയിട്ടുണ്ട്, ഒരു ഡെഡ് ബോഡിയാണ്, ഇമ്മീഡിയറ്റ്ലി അത് എയർക്രാഫ്റ്റിൽ അല്ല എയർപോർട്ടിൽ അത് ഡിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് അയക്കേണ്ടടുത്ത് അയക്കണമെന്നുള്ള മെസ്സേജ് ആയിരിക്കും കിട്ടുന്നത്. അത് അതിൻ്റെതായ പ്രാധാന്യത്തോടു കൂടി അത് എല്ലാ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ്. അപ്പോൾ ബ്രെയിനിലേക്ക് വരുന്നതും
മനസ്സിൽ നിന്ന്. അപ്പൊ എവിടെയാണ് മനസ്സെന്ന് എൻ്റെ എല്ലാ പേഷ്യൻസിനോടും ഞാൻ ചോദിക്കും. അവർ പറയും, കുറച്ച് പേര് പറയും തലച്ചോറിൻ്റെ അകത്താണ്. അത് തെറ്റായിട്ടുള്ള അറിവാണ്. തലച്ചോറിൻ്റെ അകത്ത് മനസ്സില്ല. കാരണം ഞാൻ ഉടനെ ചോദിക്കും, തലച്ചോറ് വെട്ടിപ്പൊളിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സ് കാണാൻ പറ്റുമോ? നിങ്ങളുടെ മനസ്സിലുള്ള സംഘർഷങ്ങളും ഇഷ്ടങ്ങളും ദേഷ്യങ്ങളും വിദ്വേഷങ്ങളും വൈരാഗ്യങ്ങളും ഒക്കെ കാണാൻ പറ്റുമോ? ഇല്ല. ഉടനെ അവർ ഇവിടെ പിടിക്കും. എന്നിട്ട് പറയും, എന്നാൽ പിന്നെ മനസ്സ് ഇവിടെ ആയിരിക്കും. വാട്ട് ദേ മീൻ ഈസ് ഹാർട്ട്. അപ്പം ഞാൻ പറയും, ഹാർട്ട് വെട്ടിപ്പൊളിച്ച് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചോര മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. 24 മണിക്കൂറും പമ്പ് ചെയ്യുന്ന ഒരു ഓർഗനാണ് ഹാർട്ട്. അതിൻ്റെ അകത്ത് നോക്കിയാൽ മനസ്സ് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അവസാനം അവർ തന്നെ എനിക്ക് അറിയത്തില്ലെന്ന് പറയും. അപ്പം ഞാൻ പറയും, എനിക്കും അറിയത്തില്ല എവിടെയാണെന്ന്. എൻ്റെ ചോദ്യം ഒരു ഫൂളിഷ് ക്വസ്റ്റ്യൻ ആണ്. ഐ ആസ്ക്ഡ് യു വെയർ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ്. അതെവിടെയെങ്കിലും കാണാൻ വേണ്ടിയിട്ടുള്ള ഇപ്പൊ ഇതൊരു റിമോട്ടാണ്, ഒരു എയർ കണ്ടീഷണറുടെ റിമോട്ടാണ്. ഇതെവിടെയാണെന്ന് ആരോടും ചോദിക്കേണ്ട കാര്യം, ഇത് എൻ്റെ കയ്യിലായിരിക്കുന്നതെന്ന് എന്നെ ശ്രമിക്കുന്ന, എന്നെ കാണുന്ന 99% 100% പീപ്പിളും പറയും. അതേസമയം എൻ്റെ മനസ്സിൽ കൂടെ പോകുന്ന കാര്യങ്ങൾ എനിക്കല്ലാതെ ഈ ലോകത്തിൽ വേറെ ആർക്കും അറിയത്തില്ല. അത്രമാത്രം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇരിക്കുന്നതിന് ഒരു ഫിസിക്കലായിട്ടുള്ള, ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ പോലെ നമ്മൾ കേട്ടിട്ടുണ്ട് അതിൻ്റെ ഡിജിറ്റ്സ് അല്ലെങ്കിൽ 0101 എന്നൊക്കെ പറയുന്ന, എനിക്കറിയില്ല, അങ്ങനെയൊക്കെ ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള കണ്ടന്റ് വേണം. നമ്മുടെ മെറ്റീരിയൽ ആയിട്ടുള്ള സാധനമല്ല മനസ്സ്. പക്ഷേ ആ മനസ്സിനെ നമ്മുടെ ബോഡിയിലേക്ക് അതിൻ്റെ കൺട്രോൾ ചെയ്യുന്ന ഓർഗനാണ് നമ്മുടെ ബ്രെയിൻ. സോ ബ്രെയിൻ ആക്ട്സ് ആസ് ദ കൺട്രോൾ ടവർ, control tower of the whole entire organism. Organism എന്ന് പറയുമ്പോഴത്തേക്കും that should not ignore the importance of psyche. Organism ആണെങ്കിൽ psyche ഉണ്ട്, അല്ലെ മൈൻഡ് ഉണ്ട്, ബ്രെയിൻ ഉണ്ട്, ബോഡി ഉണ്ട്. അപ്പോൾ all biological പ്രോഗ്രാംസ് എന്നാണ് വിളിക്കുന്നത് ഇനിമേലിൽ, അതിനെ രോഗമെന്ന് വിളിക്കുന്നില്ല. എല്ലാ ബയോളജിക്കൽ പ്രോഗ്രാംസും അല്ലെങ്കിൽ പ്രോഗ്രാംസിനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെയിനിലാണ്. അതെവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനായിട്ടൊന്നും പറ്റത്തില്ല. മനസ്സിലൂടെ വരുന്നത് ബ്രെയിൻ. അപ്പോൾ ബ്രെയിൻ ഇല്ലാതെ ഇത് നടക്കത്തില്ല. പക്ഷെ അതുകൊണ്ട് ബ്രെയിനിലാണ് മനസ്സിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം മനസ്സ് ഒരു ഇമ്മെറ്റീരിയലാണ്, നോട്ട് ടാഞ്ചിബിൾ ആണ്. അല്ലെങ്കിൽ അത് എക്സ്റേ എടുത്താൽ കിട്ടത്തില്ല, ബ്ലഡ് പരിശോധിച്ചാൽ കിട്ടത്തില്ല, CT സ്കാൻ ചെയ്താൽ കിട്ടത്തില്ല, MRI ചെയ്താൽ കിട്ടത്തില്ല, അൾട്രാസൗണ്ട് ചെയ്താൽ കിട്ടത്തില്ല, പെറ്റ് സ്കാൻ ചെയ്താൽ കിട്ടത്തില്ല. ഏത് മോഡേൺ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് പ്രൊസീജിയർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ദി പ്രൊപ്രൈറ്റർഷിപ്പ് ഈസ് ദി സെയിം പേഴ്സൺ. ആ ആൾക്കറിയുന്ന കാര്യം ഞാൻ പലപ്പോഴും പറയാം, കൂടെ കിടക്കുന്ന ഭാര്യയ്ക്കോ ഭർത്താവിനോ അറിയത്തില്ല, പിന്നെയല്ലേ മക്കൾക്ക്, പിന്നെയല്ലേ അയൽവക്കൾക്ക്. അപ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെയാണ്. അപ്പോൾ അതിൻ്റെ അകത്തൂടെ പോകുന്നു കോൺഫ്ലിക്ട്സ് ആണ് നമ്മുടെ ശരീരത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുന്നതെന്നുള്ളതാണ് GSK എന്ന് പറയുന്ന ഈ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അറിവ് നമുക്ക് തരുന്നു. അപ്പോൾ എല്ലാ ബയോളജിക്കൽ പ്രോഗ്രാം, ഇതാണ് അതിന് കൺക്ലൂഷൻ, പ്രോഗ്രാംഡ് ഇൻ ദി ബ്രെയിൻ. കാരണം ആ ബ്രെയിനിൻ്റെ ഓരോ ഭാഗവും വളരെ 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 പ്രധാനപ്പെട്ടതാണ്. കാരണം ആ മനസ്സിലെ ഓരോ കോൺഫ്ലിക്ട്സും ബ്രെയിനിൻ്റെ ഒരു പ്രത്യേക ഭാഗത്താണ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്, ജസ്റ്റ് ലൈക്ക് ദി കൺട്രോൾ ടവർ. എന്നിട്ട് അത് ഓരോ ശരീരഭാഗത്തേക്കും അത് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ആ ശരീരഭാഗങ്ങളിൽ വരുന്ന മാറ്റങ്ങളെ നമ്മൾ രോഗമെന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്കും അതിനെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ ആണെന്നും ആ ബ്രെയിനിനെ കൊണ്ടത് കൺട്രോൾ ചെയ്യുന്നത് മൈൻഡാണെന്നും ഉള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ള GSK നോളജ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇത് നമ്മളെല്ലാവരും മോഡേൺ ആയിട്ടുള്ള ധാരാളം ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ ധാരാളം എക്യുപ്മെൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ മൈക്രോവേവ് ഓവൻ അടിച്ചുപോയി എന്ന് പറയും. നമ്മൾ സാധാരണ അടിച്ചുപോയി. എന്തുകൊണ്ടാണ്? ഹൈ പവർ വോൾട്ടേജിൽ നമ്മൾ കണക്ട് ചെയ്തു. ഉടനെ അതിൻ്റെ ടെക്നീഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഇത് 9000 അല്ലെങ്കിൽ 900 720 ഇങ്ങനെ ഈ വോൾട്ടേജ് ഫ്ലെക്സിബിൾ ആണ്, അതിൽ 720 വോൾട്ടേജിൽ നിങ്ങളത് വർക്ക് ചെയ്യാവുള്ളൂ. നമുക്കറിയില്ല അത്. അപ്പോൾ ഹൈ വോൾട്ടേജ് വന്നപ്പോൾ എന്ത് പറ്റി? അതിൻ്റെ അടിച്ചു പോയി എന്ന് പറയുന്ന സാധനം എന്താണ്? അതിൻ്റെ മദർ ബോർഡാണ് അടിച്ചു പോയി. കാരണം ആ മദർ ബോർഡിലാണ് കൺട്രോൾ സെൻറ്റർ, കൺട്രോൾ ടവർ. അവിടെ നിന്നാണ് ഓരോ ഭാഗത്തേക്കും അതിൻ്റെതായിട്ടുള്ള ഫങ്ഷൻസ് പോകുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നെ ശ്രമിക്കുന്നതിൽ ഒരു നല്ല ശതമാനം ഡോക്ടേഴ്സാണ്. ഡോക്ടേഴ്സായിട്ടിരിക്കുമ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഈ പറയുന്ന ഗാഡ്ജറ്റിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഉപകരണത്തിൻ്റെ, മനുഷ്യ എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളുടെ മദർ ബോർഡിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ലജ്ജ തോന്നും. വലിയ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിയണ്ട, പക്ഷെ അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ അറിയണം. അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം. അതിങ്ങനെ നമുക്ക് ചുരുക്കമായിട്ട് പറയാം. എവ്രി കോൺഫ്ലിക്റ്റ് ഷോക്ക്, അതിന് GSKയിൽ പറയുന്നത് DHS എന്നാണ്. D ഫോർ ഡിർക്ക്, ഡോക്ടർ ഹാമറിൻ്റെ മകൻ്റെ പേരാണ്.
ഡിർക്ക് ഹാമർ എന്നാണ് DHS, ഡിർക്ക് ഹാമർ സിൻഡ്രോം എന്നാണ് പറയുന്നത്. അതായത് ഡോക്ടർ ഹാമറിന്റെ 19 വയസ്സായ മകൻ മരിച്ചപ്പോൾ 3 മാസത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ടെസ്റ്റിക്കിളിൽ ക്യാൻസർ ഉണ്ടായി എന്ന് പറയുന്ന ചരിത്രപരമായ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തിന്റെ മേലെയാണ് അദ്ദേഹത്തിന്റെ ഈ ലൈഫ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ലൈഫ് എക്സ്പീരിയൻസ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പഠനം തുടങ്ങിയതും. അങ്ങനെയാണ് നമുക്ക് ഈ വിപ്ലവകരമായ അറിവ് അദ്ദേഹം പകർന്നു തന്നതും. അപ്പോൾ DHS എന്ന് പറഞ്ഞാൽ ദാറ്റ് വിച്ച് ട്രിഗേഴ്സ്, ഒരു പ്രത്യേക കോൺഫ്ലിക്റ്റിനെ ട്രിഗർ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയും കിക്ക് സ്റ്റാർട്ട് എന്ന് പറയും, അതിനെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു കോൺഫ്ലിക്റ്റിനെയാണ് നമ്മൾ DHS എന്ന് പറയുന്നത്. അപ്പോൾ DHS ഓൾവേസ് ലീവ്സ് എ മാർക്ക് ഇൻ ദി ബ്രെയിൻ. DHS നമ്മൾ അറിയുന്നില്ല, കാണാൻ പറ്റത്തില്ല, അളക്കാൻ പറ്റത്തില്ല, തൂക്കാൻ പറ്റത്തില്ല, ബ്ലഡ് പരിശോധിച്ചാൽ കിട്ടത്തില്ല. പക്ഷേ when it starts appearance in the brain, because brain is a material thing, tangible, visible, അവിടെ ഉണ്ടാകുന്ന impact is visible. It is recognizable, identifiable, elicitable. അതുകൊണ്ട് വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു നോളജാണ് ഡോക്ടർ ഹാമർ ഈ ലോകത്തിലേക്ക് നൽകിയിരിക്കുന്നത്. അതായത് ഒരു പ്രത്യേക രീതിയിലുള്ള കോൺഫ്ലിക്റ്റിന് ഒരു പ്രത്യേക തലച്ചോറിന്റെ ഭാഗം കണക്റ്റഡ് ആണെന്നും ആ പ്രത്യേക തലച്ചോറിന്റെ ഭാഗം നമ്മുടെ ശരീരത്തിലെ ഒരു അവയവമായിട്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ ആയിട്ടോ അല്ലെങ്കിൽ ഒരു കുറെ കോശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുമുള്ള ആ അറിവാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ എവിഡൻസ് ബേസ്ഡ് ആണ്. അതിൻ്റെ അകത്ത് ഹയർ അല്ലെങ്കിൽ നമ്പർ 1 ഫാക്കൾട്ടി എലിസിറ്റബിൾ അല്ല, അതിനെ കാണാൻ പറ്റത്തില്ല, നിങ്ങളുടെ മനസ്സിലുള്ള കോൺഫ്ലിക്റ്റ്. പക്ഷെ അത് വെൻ ഇറ്റ് അപ്പിയേഴ്സ് ഓൺ ദി ബ്രെയിൻ ആൻഡ് ഓൺ ദി ബോഡി ഇറ്റ് ബിക്കംസ് അണ്ടർസ്റ്റാൻഡബിൾ. അതുകൊണ്ട് പലപ്പോഴും ഇന്ന കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഇന്ന അവയവം നഷ്ടപ്പെടും, ഇന്ന അവയവത്തിൽ ചേഞ്ചസ് ഉണ്ടാകും എന്നല്ല GSK പഠിപ്പിക്കുന്നത്. കാരണം ഒരു കോൺഫ്ലിക്റ്റ് എങ്ങനെ ആ വ്യക്തി എടുക്കുന്നു എന്നുള്ളത് ആ വ്യക്തിയുടെ വ്യക്തിത്വം അനുസരിച്ചിട്ടാണ്. അത് പഠിക്കുന്നത് ഹോമിയോപ്പതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. ഇൻഡിവിജ്വലൈസേഷൻ, മയാസം, അല്ലെങ്കിൽ സസെപ്റ്റിബിലിറ്റി, സെൻസിറ്റിവിറ്റി, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾക്ക് ഭംഗിയായിട്ടൊരു ഹോമിയോ ഡോക്ടർക്ക് വൈ ഹി ടുക്ക് ദാറ്റ് കോൺഫ്ലിക്റ്റ് ഇൻ ദാറ്റ് ഫാഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അത് വളരെയധികം നമ്മളെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു കോൺഫ്ലിക്റ്റ് മനസ്സിലുണ്ടാകുന്നു, അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ബ്രെയിൻ ടിഷ്യൂവിൽ അത് ഇമ്പാക്റ്റഡ് ആകുന്നു. ആ ഇമ്പാക്റ്റഡ് ആകുന്ന ഒരു സ്പെഷ്യൽ ലൊക്കേഷനെ GSK എന്ന് പറയുന്ന അറിവിൽ വിളിക്കുന്നത് ഹാമർ ഫോക്കസ് എന്നാണ്, അല്ലെങ്കിൽ HH എന്ന് പറയും. ജർമ്മനിയിൽ പേരുണ്ട്, ഞാൻ പറയുന്നില്ല. HH, ഹാമർ ഫോക്കസ്. ഈ ഹാമർ ഫോക്കസ് ഈസ് വിസിബിൾ, ദാറ്റ് ക്യാൻ ബി എലിസിറ്റബിൾ, കാണാൻ പറ്റും. CT സ്കാൻ എടുത്തു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. അപ്പോൾ അവിടെ മുതൽ വിസിബിൾ ആയിട്ടുള്ള ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു നോളജാണ്. അതുകൊണ്ട് ദിസ് ഈസ് ദ മോസ്റ്റ് സയന്റിഫിക് കോൺട്രിബ്യൂഷൻ ബൈ ഡോക്ടർ ഹാമർ ടു ദിസ് വേൾഡ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബ്രെയിൻ റിലേ എന്നാണ് പറയുന്നത്. ഏത് പർട്ടിക്കുലർ ബ്രെയിൻ സെൻട്രലാണ് വരുന്നത് അതിനെ നമ്മൾ ബ്രെയിൻ റിലേ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു പ്രത്യേക കോൺഫ്ലിക്റ്റ്, ഡിഫറെൻറ്റ് കോൺഫ്ലിക്ട്സ് ക്യാൻ ബി ദർ, അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അയാളുടെ സർവൈവലിനെ കുറിച്ചുള്ളതുണ്ട്, അല്ലെങ്കിൽ അയാളുടെ ടെറിട്ടറിയെ കുറിച്ചിട്ടുള്ളതുണ്ട്, അല്ലെങ്കിൽ അയാളുടെ പ്രൊട്ടക്ഷനെ കുറിച്ചിട്ടുള്ളതുണ്ട്, അല്ലെങ്കിൽ അയാളുടെ സെക്ഷൽ അല്ലെങ്കിൽ മേറ്റിംഗ് ഉള്ള ടെറിട്ടോറിയൽ ഇഷ്യൂസ് ഉണ്ട്, സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് ഗ്രാവിറ്റിയുള്ള, ഇമ്പോർട്ടൻസ് ഉള്ള, സിഗ്നിഫിക്കൻസ് ഉള്ള ഡിഫറെൻറ്റ് കോൺഫ്ലിക്ട്സിനെ ഇത് സോർട്ട് ഔട്ട് ചെയ്ത് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഏത് അവയവത്തിലാണ് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഈ ബ്രെയിനിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പ്രോഗ്രാമിനനുസരിച്ചിട്ടാണ്. ഇതൊക്കെ പ്രീ ഡിറ്റർമിൻഡ് ആണ്, അല്ലെങ്കിൽ പ്രീ പ്രോഗ്രാംഡ്. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഫസ്റ്റ് cell, primordial cell formed by the half cell of the father in the form of sperm and half cell of the mother in the form of ovum. When they get united, the primordial cell, just like an amoeba, single cellular organ is formed. Thereafter it multiplies and reaches the level of 13th day. Blastocyst എന്ന് പറയുന്ന ലെവലിൽ ഒരു 3 ലെയർ ആയിട്ടും പിന്നീട് 4 ലെയർ ആയിട്ടും ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ എൻഡോഡേം, ഓൾഡ് മീസോഡേം, ന്യൂ മീസോഡേം, എക്ടോഡേം, ഇങ്ങനെ 4 എൻഡോഡെർമൽ ആയിട്ടുള്ള ഈ ടിഷ്യൂസിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ ലെയറുകളിൽ നിന്നാണ് നമ്മുടെ കംപ്ലീറ്റ് ഓർഗൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ പഠിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ മുഴുവൻ ഉപകാരവും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ.
അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ പറയാം. ഏതാണ് ഈ 3 ലെവൽസ് ഓഫ് GSK? ഓഫ് കോഴ്സ് നമ്പർ 1 ഈസ് ഇറ്റ്സ് സൈക്കി, നമ്പർ 2 ബ്രെയിൻ ആൻഡ് ഓർഗൻ. അപ്പോൾ ഈ സൈക്കി, ബ്രെയിൻ, ഓർഗൻ എന്ന് പറയുന്ന ഈ സിങ്ക്രോണിസിറ്റി, ബിക്കോസ് വൈ ഐ എം കോളിംഗ് ഇറ്റ് സിങ്ക്രോണിസിറ്റീസ്, it is happening at the same time, simultaneously. When the conflict is happening in the mind, ഞാൻ മൈൻഡ് എന്ന് പറയുമ്പോൾ മുകളിലേക്കാണ് കൈ ഉയർത്തുന്നത്, കാരണം തലച്ചോറിനെ മുകളിൽ പോയിക്കോട്ടെ കൈ, കാരണം തലച്ചോറിനെയും കൺട്രോൾ ചെയ്യുന്നു. ഇവിടെ നിന്ന് എങ്ങനെ എനിക്കറിയില്ല, ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അതാ പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടും കാണാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ടും കണ്ടുപിടിക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ടും മൈൻഡിനെ കുറിച്ചിട്ടുള്ള ഇന്യൂമറബിൾ നമ്പർ ഓഫ് തിയറീസ് ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് ഇന്ന് അവൈലബിൾ ആണ്. ചിലർ അതിൻ്റെ പുറകെ പോകും, ചിലർ ഇതിൻ്റെ പുറകെ പോകും, ചിലർ അങ്ങനെ, ഞാനൊന്നും പേര് പറയുന്നില്ല. അതുകൊണ്ട് അത് കാണാൻ പറ്റത്തില്ലാത്ത, എവിഡൻസ് ബേസ്ഡ് അല്ലാത്തതുകൊണ്ട് ധാരാളം തിയറീസ് ഉണ്ട്. അതിൻ്റെ കൂടെ ഒന്നാക്കി നിങ്ങൾ GNM എഴുതി തള്ളരുത്. ഇതൊരു പുതിയ ശാസ്ത്രം, അത് കുറച്ച് പേര് പറയുന്നു, കുറച്ച് പേര് അതിലെന്താ കാര്യമുള്ളത് ഇങ്ങനെ പറഞ്ഞെഴുതി തള്ളരുത്. ദിസ് ഈസ് വെരി 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 സയൻറ്റിഫിക്. നിങ്ങൾ, ഞാൻ അതിന് സാക്ഷി. അത് അപ്പോൾ ഈ സൈക്കി, ബ്രെയിൻ, ഓർഗൻ തമ്മിലുള്ള കണക്ടിവിറ്റി ഇറ്റ്സ് ഇൻസെപ്പറബിളി കണക്റ്റഡ് ആണ്, ഇൻസെപ്പറബിൾ ആണ്. അതുകൊണ്ട് അത് മെഡിക്കൽ അല്ലെ ക്ലിനിക്കൽ മെഡിസിനിലേക്ക് വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാല് മുറിച്ച് കളഞ്ഞു, അല്ലെങ്കിൽ കൈ മുറിച്ച് കളഞ്ഞു, അല്ലെങ്കിൽ ഇവിടെ ഒരു ഓപ്പറേഷൻ ചെയ്ത് ബ്രസ്റ്റിലുള്ള ഒരു ട്യൂമർ എടുത്തു കളഞ്ഞു, ബട്ട് ദാറ്റ് കറസ്പോണ്ടിങ് ചേഞ്ചസ് ഓൾറെഡി ഇൻ ദി ബ്രെയിൻ. ബ്രസ്റ്റിലുള്ള ഒരു ട്യൂമർ റിമൂവ് ചെയ്യുന്ന ആളോ, ലംബക്ടമി അല്ലെങ്കിൽ ഒരു മാസ്റ്റക്ടമി, ബ്രസ്റ്റ് മൊത്തത്തിൽ റിമൂവ് ചെയ്യുന്ന ഒരു ഗൈനക്കോളജിസ്റ്റിനോ സർജനോ അതിൻ്റെ ബ്രെയിനിൽ ബാക്കി കിടപ്പുണ്ടെന്നുള്ളത് അറിയത്തില്ല. അതുകൊണ്ട് എന്താണ്, ബ്രെയിനിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല. അയാൾക്ക് ഒട്ടുമേ അറിയത്തില്ല ഈ ബ്രെയിനിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ അത് മനസ്സുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഒരു ബ്രസ്റ്റിലൊരു മുഴയുള്ള ഒരാൾ ബ്രെയിനിലും അത് വ്യാപിച്ചു എന്നുള്ള തട്ടിപ്പ് പറഞ്ഞിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കാരണം ദിസ് ഹാസ് ഗോൺ മെറ്റാസ്റ്റസൈസ്ഡ് ടു ബ്രെയിൻ എന്ന് പറഞ്ഞിട്ട് ബ്രെയിനിലും കയറി പിടിച്ചു എന്ന് നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വേറാസ് ദ ട്രൂത്ത് ഈസ്, നിങ്ങളുടെ കറസ്പോണ്ടിങ് ആണ്. അത് ബ്രസ്റ്റിലുള്ള മുഴയാകണമെന്നില്ല, നിങ്ങളുടെ ഒരു കൊളൈറ്റിസ് മതി, കോളോറെക്ടൽ പത്തോളജി എന്ന് വിളിക്കുന്ന എന്തെങ്കിലും ചേഞ്ചസ് മതി, അല്ലെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങൾ എക്ടോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന കാലിൽ ഒരു ചൊറിച്ചിൽ മതി, അല്ലെങ്കിൽ ഇവിടെ ഇതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ചസ് ആർ ദെയർ വിസിബിൾ ഇൻ ദി ബ്രെയിൻ. ഒരു CT സ്കാൻ എടുത്ത് കാണുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതിനെ ഇഗ്നോർ ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ദിസ് ഈസ് എ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സയൻസാണ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം മാനേജ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക, ഒരു ബോഡി ലെവലിലുള്ള ഒരു പത്തോളജി, അതിന് മരുന്ന് കൊടുത്ത് കരിച്ചു, അല്ലെങ്കിൽ അത് ആംബ്യൂട്ടേറ്റ് ചെയ്ത് റിമൂവ് ചെയ്തു, അല്ലെങ്കിൽ അത് ചെയ്തു, ഇത് ചെയ്തു, വെരി ഗുഡ്, ദേ ആർ വെരി വെരി ഗുഡ് അറ്റ് handling or manipulating or doing something on this body level. The conventional medicine കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത്. Whereas they don't understand that it has got a connection with the brain. അങ്ങനെ ബ്രെയിനിൽ എന്തെങ്കിലും കണ്ടുകെട്ടുകയാണെങ്കിൽ ഉടനെ അവർ പറയും ബ്രെയിൻ ട്യൂമർ ആണെന്ന് പറയും. Whereas it is not a brain tumor, it is the change happening in the brain tissue following the conflict that is happening in the psyche. അപ്പോൾ ഹീലിംഗ് ആയാലും കോൺഫ്ലിക്റ്റ് ആയാലും ഈ 3 ലെവലിലും ഇമ്പാക്റ്റഡ് സൈമൾട്ടേനിയസ്ലി. ഇത് മറന്നേക്കരുത്. ഇപ്പോൾ കോൺഫ്ലിക്റ്റ് ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ്, അതായത് ഹീലിംഗ് നടക്കുന്നത് വരെയുള്ള സ്റ്റേജിലാണ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ആ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് സ്റ്റേജിലുള്ള കോൺഫ്ലിക്റ്റ് ആയാലും അത് ബ്രെയിനിൽ ഇമ്മീഡിയറ്റ്ലായിട്ട് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകും. അത് ഹീൽ ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ചസ് ബ്രെയിനിലുണ്ടാകും, മനസ്സിലുണ്ടാകും, ബ്രെയിനിലുണ്ടാകും, ബോഡിയിലുണ്ടാകും. അപ്പോൾ ബോഡിയിലുണ്ടായിരുന്ന ഒരു ബോഡി ലെവൽ ചേഞ്ച് that can be during the healing phase, mostly it can be also during the conflict active phase. അപ്പോൾ ബോഡിയിലുണ്ടാകുന്ന ചേഞ്ചസും ബ്രെയിനിലുണ്ടാകുന്ന ചേഞ്ചസും സൈക്കിയിലുണ്ടാകുന്ന ചേഞ്ചസും സൈമൾട്ടേനിയസ് ആണ്. ബട്ട് സൈക്കി ഡിപ്പെൻഡിങ് അപ്പോൺ ദി പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സണലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വലൈസേഷൻ അല്ലെങ്കിൽ സബ്ജക്റ്റിവിറ്റി അനുസരിച്ചിട്ട് അയാൾ ഹൗ ദാറ്റ് കോൺഫ്ലിക്റ്റ് ഈസ് അഫക്റ്റിംഗ് ദാറ്റ് ഇൻഡിവിജ്വൽ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് അയാളുടെ പ്രിൻസിപ്പിൾസ്, അയാളുടെ ലോ അല്ലെങ്കിൽ വാല്യൂസ്, അയാളുടെ ട്രെയിനിങ്, അയാളുടെ
പ്രീ കൺസീവ്ഡ് ഐഡിയ, ഇതിലൊക്കെ വെച്ചിട്ടാണ് ഈ പറയുന്ന പർട്ടിക്കുലർ കോൺഫ്ലിക്റ്റിനെ അയാൾ വിഷ്വലൈസ് ചെയ്യുക. അതിന് കറക്റ്റ് ആയിട്ടുള്ള ഉപയോഗിക്കേണ്ട വാക്ക് പെർസീവ് ചെയ്യുന്നു. സോ ദി പെർസെപ്ഷൻ ഓഫ് എ കോൺഫ്ലിക്റ്റ് ഈസ് അക്കോർഡിംഗ് ടു ഹിസ് ഓൺ പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് കൊണ്ടാണ്. അതിനനുസരിച്ചാണ് പുള്ളി ഇത് പെർസീവ് ചെയ്യുന്നത്, അതനുസരിച്ചിട്ടാണ് ബോഡിയിൽ ചേഞ്ചസ് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മറന്നേക്കരുത്. അതുകൊണ്ട് ഈ പറയുന്ന ബ്രെയിനിന്റെ ഇമ്പോർട്ടൻസിനെ വെച്ച് നമുക്ക് ഇന്നൊരു പുതിയ പേര് കൊടുക്കാം, ഓണ്ടോജനറ്റിക് സിസ്റ്റം ഓഫ് ദി ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ ബ്രെയിൻ പോലും ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് എവല്യൂഷൻ, അങ്ങനെ എവല്യൂഷൻ ബേസ്ഡ് ആയിട്ടാണ് നിങ്ങൾ നോളജ് പറയുന്നതെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് എംബ്രിയോളജിക്കൽ ഡെവലപ്മെന്റ്, the brain different tissues are controlling different parts of the body, but they are influenced by the psycheയുടെ കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി, psycheയുടെ കോൺഫ്ലിക്റ്റ് ഹീലിംഗ്, ഇതിനനുസരിച്ചുള്ള ചേഞ്ചസ് ബ്രെയിനിൽ നടക്കുന്നു. ഇതാണ് നമ്മൾ ഓണ്ടോജനറ്റിക് സിസ്റ്റം ഓഫ് ബ്രെയിൻ എന്നുള്ള ഹെഡിങ്ങിൽ നമ്മൾ ഇന്ന് പഠിക്കും. നമ്മൾ ഒരു 3 ആഴ്ച അപ്പുറം നമ്മൾ ഓണ്ടോജനറ്റിക് സിസ്റ്റം ഓഫ് ട്യൂമേഴ്സ് പഠിച്ചു. ദാറ്റ് മീൻസ് ക്യാൻസർ ആൻഡ് ഓൾ ക്യാൻസർ ഇക്വലന്റ് ഡിസീസസിന്റെ ഓണ്ടോജനിസിറ്റി നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഓണ്ടോജനറ്റിക് സിസ്റ്റം ഓഫ് മൈക്രോബ്സ് പഠിച്ചു. കാരണം എല്ലാ മൈക്രോബിയൽ ഓർഗാനിസംസും അല്ലെ മൈക്രോബ്സും ദേ ആർ നോട്ട് പത്തോളജിക്കൽ, അല്ലെങ്കിൽ എന്താ പറയുക, പത്തോജനറ്റിക് ഓർഗാനിസം അല്ല, ദേ ആർ ഓൾ അവർ ഫേവറബിൾ സെർവൻസ് എന്ന് ഞാൻ ഒത്തിരി ക്ലാസ് എടുത്ത് പറഞ്ഞതാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ. അപ്പൊ ഇന്ന് നമ്മൾ ഓണ്ടോജനറ്റിക് സിസ്റ്റം ഓഫ് ബ്രെയിൻ ആണ് പറയുന്നത്. വാട്ട് ഈസ് ദിസ് കണക്ഷൻ വിത്ത് ദിസ് എംബ്രിയോളജി? അപ്പൊ ബേസ്ഡ് ഓൺ ദി എംബ്രിയോളജി ജേം ലെയേഴ്സ് ആൻഡ് ദ കൺട്രോൾ സെന്റേഴ്സ് ഇൻ ദി ബ്രെയിൻ, ഇത് നിങ്ങൾ മനസ്സിലാക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഇസ് എ വെരി വെരി ബ്യൂട്ടിഫുൾ, വെരി വെരി സിഗ്നിഫിക്കൻറ്റ്, വെരി ഇൻസൈറ്റ്ഫുൾ കോൺട്രിബ്യൂഷൻ ബൈ ഡോക്ടർ ഹാമർ ടു ദിസ് വേൾഡ്, ഫോർ ദി വേൾഡ് ടു കം ഇൻ ദി ഫ്യൂച്ചർ. ദി മെഡിക്കൽ knowledge or the medical education will be based on this embryological and evolutionary knowledge of GHK. So come to the point. Brain stem, ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞതാണ്. Brain has got 4 important parts corresponding to the അല്ലെങ്കിൽ embryonic germ layers. അപ്പോൾ brain stem controls endodermal organs. Very basic knowledge which you should not forget, you should not ignore. എന്താണ്? Brain stem controls the organs of endodermal origin. ഞാൻ എൻ്റെ ബ്ലാസ്റ്റോസിസ്റ്റ് 4 ലെയർ ആകുന്നതിൻ്റെ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ എവല്യൂഷണറി സെൻസിൽ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുവാണെങ്കിൽ മോസ്റ്റ് പ്രൈമോഡിയൽ, നമുക്ക് ആർക്കൈക് ഫോം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം, മോസ്റ്റ് പ്രൈമോഡിയൽ ഫങ്ഷൻസ് ഓഫ് ദി ഓർഗാനിസം. വാട്ട് വാസ് ദാറ്റ്? അതിൽ 2-3 കാര്യങ്ങളേ ഉള്ളൂ. വൺ വാസ് നമ്മുടെ സർവൈവലാണ്, അതിനു വേണ്ടിയിട്ട് നമ്മൾ ന്യൂട്രീഷനാണ്. എന്നെ കാണാമോ? എനിക്കൊരു കാണുകയും കേൾക്കുകയും ചെയ്യാമോ? കാണാനും കേൾക്കാനും പറ്റും. എന്റെ ടെക്നോളജിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടായി. ഓക്കെ, അപ്പോൾ എൻഡോഡേർമൽ ഒറിജിൻ ആയിട്ടുള്ള ടിഷ്യൂസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനിന്റെ കേന്ദ്രത്തിലുള്ള ബ്രെയിൻ സ്റ്റം. നിങ്ങൾക്ക് ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ടാണ്, നിങ്ങൾക്ക് യു ക്യാൻ ഗോ ടു യുവർ ലേണിംഗ് മെറ്റീരിയൽ വിച്ച് ഐ എക്സ്പ്ലെയിൻ, learninggmm.com പോയിട്ട് നിങ്ങൾ SBS സിഗ്നിഫിക്കൻറ്റ് ബയോളജിക്കൽ പ്രോഗ്രാംസ് ഓഫ് നേച്ചർ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അത് ബ്രെയിൻ എന്ന് പറയുന്ന സെക്ഷൻ്റെ അത് നിങ്ങൾക്ക് കിട്ടും. ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ. അവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന ആർക്കൈക് ഫങ്ഷൻസ് എല്ലാം മാനേജ് ചെയ്യുന്ന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ബ്രെയിൻ സെന്റേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ പല പ്രാവശ്യം ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്ക് വീണ്ടും പഠിക്കാം. പ്രൈമറി തിങ് ഈസ് നമ്മുടെ അസിമിലേഷൻ, അല്ലെങ്കിൽ ഡൈജഷൻ, അല്ലെങ്കിൽ ന്യൂട്രീഷൻ. നമ്മൾ സർവൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫുഡും വാട്ടറും നമ്മുടെ ഉള്ളിലേക്ക് എത്തിയിരിക്കണം. അത് കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ബ്രെയിൻ സ്റ്റെമ്മാണ്. സോ എൻഡോഡെർമൽ ഒറിജിൻ ആയിട്ടുള്ള ഓർഗൻസ് ആണ് ഇത് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റസ്റ്റൈൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഓർഗൻസ്, ലിവർ, പാങ്ക്രിയാസ്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിപ്രൊഡക്റ്റീവ് ഓർഗൻസിലേക്ക് വരുമ്പോഴുള്ള യൂട്രസ് ആൻഡ് പ്രോസ്റ്റേറ്റ് ഇൻ ദി കേസ് ഓഫ് മെയിൽ ആൻഡ് യൂട്രസ് ഇൻ ദി കേസ് ഓഫ് ഫീമെയിൽസ്,
ഈ ഇൻഡസ്റ്റൈൻ തുടങ്ങിയതിന് ശേഷം, കാരണം അമീബ ബ്രീത്ത് ചെയ്യുന്നില്ല, എയർ എടുത്തിട്ട് ഓക്സിജൻ എടുക്കുന്നില്ല, പിന്നീട് അത് കരയിലേക്ക് ജീവിതം മാറ്റിയപ്പോൾ ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ലങ്സ്. അപ്പൊ ലങ്സും പ്രൈമറി ഫങ്ഷൻ ആണ്. അപ്പൊ സർവൈവലിന് വേണ്ടി നമ്മൾ ന്യൂട്രീഷനും എയറേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ്ങും ഇത് പ്രൈമോഡിയൽ ഫങ്ഷൻസ് ആണ്. അപ്പൊ ഡൈജസ്റ്റീവ് ഓർഗൻസ്, ലങ്സ്, ആൽവിയല്. ലങ്സ് എന്ന് പറയുമ്പോൾ ഡോണ്ട് ഇൻക്ലൂഡ് ബ്രോങ്കിയൽ ട്രീ അതിൽ ഉൾപ്പെടുത്തരുത്. കാരണം ബ്രോങ്കിയൽ മ്യൂക്കോസ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി എക്ടോഡെം, ദാറ്റ് വി വിൽ ലേൺ ലേറ്റർ. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? സം കോൺഫ്ലിക്ട്സ് റിലേറ്റഡ് ടു യുവർ ഡൈജഷൻ അല്ലെങ്കിൽ ലങ്സ്, ആൽവിയോളൈ, ഗ്ലാൻസ്, ഇതിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന, ഇമ്പാക്ട് ചെയ്യുന്ന കോൺഫ്ലിക്ട്സ് ഏത് സോർട്ട് ആയിരിക്കും, ഏത് ഗ്രൂപ്പ് ആയിരിക്കും, ഏത് കാറ്റഗറി ആയിരിക്കും? ദേ ആർ ഓൾ എൻഡോഡെർമൽ ഓർഗൻസിലാണ്. അതിന്റെ കോൺഫ്ലിക്ട്സ് എന്തായിരിക്കും? അതിന്റെ സർവൈവൽ കോൺഫ്ലിക്ട്സ്. എന്താണ് സർവൈവൽ കോൺഫ്ലിക്ട്സ്? ഞാൻ റിപ്പീറ്റ് ചെയ്യുവാണ്. ഫുഡ്, ബ്രീത്തിങ് ആൻഡ് റിപ്രൊഡക്ഷൻ. റിപ്രൊഡക്ഷൻ അസെൻഷ്യൽ ആണ്. അതുകൊണ്ട് ആണ് ഓവറിയും പ്രോസ്റ്റേറ്റും ബ്രെയിൻ സ്റ്റെമ്മിന്റെ ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ള, ഏറ്റവും ഭദ്രമായിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്ത് വെച്ചിരിക്കുന്നത്. കാരണം യൂട്രസ് ഇൻ ദ കേസ് ഓഫ് ഫീമെയിൽ ആൻഡ് പ്രോസ്റ്റേറ്റ് ഇൻ ദ കേസ് ഓഫ് മെയിൽ ആർ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓർഗൻസ് ഇൻ ദി കൺട്രോൾ. വേറെ ഏത് നശിച്ചാലും, ലങ്സ് നശിച്ചാൽ, ഇയാളുടെ റിപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ അല്ലെങ്കിൽ ആ റിപ്രൊഡക്റ്റീവ് ഫംഗ്ഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രകൃതി കരുതി വെച്ചിരിക്കുന്ന ഒരു കർമ്മമാണ് അത്. ഇനി സെറിബെല്ലത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അതിന്റെ സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് വെൻ ദി ഓർഗൻസ് ഡെവലപ്പ്, വാട്ട് ആർ ദീസ് ഓർഗൻസ്? അബ്ഡോമിനൽ വിസറ, തൊറാസിക് വിസറ അല്ലെങ്കിൽ തൊറാസിക്സിലുള്ള ലങ്സും ഹാർട്ടും അബ്ഡോമിനൽ വിസറ, ഇതിനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, ഇമ്പോർട്ടൻ്റ് ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷനോട് കൂടിയിട്ടുള്ള എല്ലാ ഓർഗൻസും, എല്ലാ ടിഷ്യൂവും കൺട്രോൾഡ് ബൈ ദി സെറിബെല്ലം. അപ്പോൾ അതിനെ നമ്മൾ മീസോഡെർമൽ ഓർഗൻസ് എന്നാണ് പറയുന്നത്. പക്ഷേ ഓൾഡ് മീസോഡെർമൽ ഓർഗൻസ് എന്ന് നമ്മൾ പറയേണ്ടത്. അതിന്റെ ജോലി പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ആണ്. എന്തൊക്കെയാണത്? ഡെർമിസ്, ബിക്കോസ് ഡെർമിസ് ഈസ് ദി പ്രൊട്ടക്ഷൻ ഓഫ് ദി സ്കിൻ. നമ്മുടെ ബോഡിയെ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന ഡെർമിസ്, നോട്ട് എപ്പിഡെർമിസ്, ഡെർമിസ്. Dermis is controlled by the cerebellum, but epidermis is controlled by the cerebral cortex, sensory lobe. അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ എന്താണ്? Because it is related to the protection അല്ലെങ്കിൽ protection or they are responding to the attack conflict. അപ്പോൾ കോൺഫ്ലിക്ട്സ് എല്ലാം അറ്റാക്ക് ആണ്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ചുകൂടെ ഫർദർ ആയിട്ട് പഠിക്കും. ഡിസ്ഫിഗർമെന്റ് കോൺഫ്ലിക്റ്റ് ഒക്കെ പറയും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിൽ. Primarily, we are protecting our organism against attacks by the controlling tissues of like dermis and breast ducts, breast glands, അങ്ങനെയുള്ള എല്ലാ ഓർഗൻസും. നമ്പർ സെറിബ്രൽ മെഡുലയിലേക്ക് പോവാണ്. ഞാൻ പറഞ്ഞു സെറിബ്രത്തിന് സെറിബ്രൽ കോർട്ടെക്സ് എന്നും സെറിബ്രൽ മെഡുല എന്നും രണ്ട് ഭാഗമുണ്ട്. ഹൈറാർക്കിക്കലി അല്ലെങ്കിൽ ആർക്കൈക്കലി വെൻ ഇറ്റ് കംസ് ടു ദി എവല്യൂഷൻ, തേർഡ് റോളാണ്, തേർഡ് ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ സെറിബ്രൽ മെഡുലയ്ക്ക് കൊടുക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് കൺട്രോളിങ് ഓൾ ദി മീസോഡെർമൽ ഓർഗൻസ് വിച്ച് ആർ ഹാവിങ് ദീസ് ഓർഗൻസ്. എന്തൊക്കെയാണ് ഫങ്ഷൻസ്? സപ്പോർട്ടീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ലോക്കോമോട്ടോർ, നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ജോയിൻസും ബോൺസും എല്ലാം നമുക്ക് ഇൻസ്വിറ്റ് ഉണ്ടായിരിക്കണം, എങ്കിലാണ് നമുക്ക് പ്രൊട്ടക്ഷൻ. അതുകൊണ്ട് ബോൺസിനെയും കാർട്ടിലേജിനെയും ലിഗമെന്റ്സിനെയും ടെൻഡൻസിനെയും എല്ലാ കണക്റ്റീവ് ടിഷ്യൂവിനെയും കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രൽ മെഡുല്ലയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പറയുന്നത് സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറിവാണ് ഇത്. നമ്മൾ ഒരു വാക്കിൽ പറഞ്ഞ് തീരുന്ന കാര്യമല്ല. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഓരോരോ അവയവവും എടുക്കുമ്പോൾ നമുക്ക് വിശദമായിട്ട് പറയാം. Finally, fourthly, we are coming to the cerebral cortex. So, it makes the bulk of the brain tissue. ഏറ്റവും ബൾക്കായിട്ടുള്ള, ഏറ്റവും കൂടുതൽ വോളിയം covered by the cerebral cortex, because so many of the controlling centers or the controlling organs are controlled by the cerebral cortex. അതുകൊണ്ട് എല്ലാ സെൻസറി ഓർഗൻസും, എല്ലാ മോട്ടോർ ഓർഗൻസും, എല്ലാ എപ്പിഡെർമിസും, എല്ലാ മ്യൂക്കോസ് മെമ്പറൈനും എല്ലാം കൺട്രോൾഡ് ബൈ ദി സെറിബ്രൽ കോർട്ടെക്സ് ആണ് നിങ്ങൾ മനസ്സിലാക്കുക. സെറിബ്രൽ കോർട്ടെക്സിന് ഡിഫറെന്റ് ലോബ്സ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ഫ്രണ്ടൽ ലോബ് ഉണ്ട്, ഓക്സിപിറ്റൽ ലോബ് ഉണ്ട്, ടെമ്പറൽ ലോബ്സ് ഉണ്ട്, അതിന് പ്രീ മോട്ടോർ ലോബ് ഉണ്ട്, അല്ലെ മോട്ടോർ ഏരിയ ഉണ്ട്, സെൻസറി ഏരിയ ഉണ്ട്. ഇങ്ങനെ ബ്രെയിനിനെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ഔട്ടർ മോസ്റ്റ് പാർട്ടിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിന് ഓരോന്നിനെയും കൺട്രോൾ ചെയ്യുന്ന
ഡിഫറെൻറ്റ് അല്ലെങ്കിൽ ഇതിനെ എല്ലാം ട്രിഗർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിലേക്ക് ഇമ്പാക്റ്റഡ് ആകുന്ന കോസസ് ഡിഫറെൻ്റ് ആണ്. അത് ആർക്കൈക്കലി സ്പീക്കിംഗ് അല്ലെങ്കിൽ എവല്യൂഷണറി വൈസ് നോളജ് അനുസരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ് ലൈക്ക് സെക്ഷൽ കോൺഫ്ലിക്ട്സ്, ടെറിട്ടോറിയൽ കോൺഫ്ലിക്ട്സ്, സെപ്പറേഷൻ കോൺഫ്ലിക്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൺട്രോൾഡ് ബൈ ദീസ് ഏരിയാസ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ സെപ്പറേഷൻ കോൺഫ്ലിക്ട്, എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺഫ്ലിക്ട്, സെപ്പറേഷൻ conflict affecting the skin, which is the epidermis, controlled by the cerebral cortex. ഇങ്ങനെ നിങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവത്തെയും ഓരോ ഓർഗനെയും ഓരോ ടിഷ്യൂവിനെയും കൃത്യമായിട്ട് പഠിക്കാതെ ഒരു ഡോക്ടറാണെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളോട് ഷെയിം തോന്നണം, അഷെയിംഡ് ആകണം എന്നാണ് എനിക്ക് എൻ്റെ ഡോക്ടർമാരെ സുഹൃത്തുക്കളോട് പറയാറ്. കാരണം ഇത് പറഞ്ഞ് കേൾക്കാനായിട്ടുള്ള ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മളെ ഷട്ട് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ചെയ്യരുത്. എവിടെയെല്ലാം നിങ്ങൾക്ക് പഠിക്കാനുള്ള മേഖലയുണ്ടോ അതെല്ലാം നിങ്ങൾ പഠിക്കുകയും ചെയ്യണം. ഒപ്പം ഇത് പഠിക്കാനായിട്ട് മറ്റുള്ളവരെ പ്രേരിപ്പിക്കണം. കാരണം ഇതൊരു വലിയ അറിവാണ്, ധാരാളം പേര് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അതിൻ്റെ അകത്ത് പുറകോട്ട് പോകരുത്. എന്തെങ്കിലും ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള തോട്ട്സ് കൊണ്ടോ അല്ലെങ്കിൽ ഭയങ്കര എനിക്കറിയുന്നതൊക്കെ മതി, ഞാൻ അതുകൊണ്ട് ജീവിക്കുന്നുണ്ടെന്നുള്ള അഹങ്കാരം കൊണ്ടോ അല്ല. ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ജനങ്ങളെ സഹായിക്കണമെങ്കിൽ, നിങ്ങളെ തന്നെ സഹായിക്കണമെങ്കിൽ ഫ്രീഡം ഫ്രം ദി ഫിയർ ഓഫ് ഡിസീസസ്. എന്താണ് പനി, എന്താണ് വയറിളക്കം, എന്താണ് ബ്രസ്റ്റിലെ ട്യൂമർ, എന്താണ് ഓവേറിയൻ സിസ്റ്റ്, എന്താണ് സ്പൈനൽ, ഇങ്ങനെയുള്ള എല്ലാ രോഗങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ബ്രെയിനിൻ്റെ ഫങ്ഷൻ കൂടി ഉൾപ്പെടുന്ന ഈ പറയുന്ന സിങ്ക്രോണിസിറ്റി നിങ്ങൾ പഠിച്ചേ മതിയാകൂ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു എന്താ പറയുക മൈക്രോവേവ് ഓവൻ നന്നാക്കാനായിട്ട് വന്നിട്ട് അയാൾക്ക് ഈ മദർ ബോർഡ് എന്താണെന്ന് അറിയത്തില്ലാത്ത ഒരാളെ പോലെ നമ്മളായി പോകും. നമ്മളൊരു ടെക്നീഷ്യനെ വിളിക്കുമ്പോൾ അയാൾക്ക് മദർ ബോർഡ് അറിയാം. പണ്ടത്തെ ഭാഷയിൽ IC അടിച്ചു പോയി എന്നൊക്കെ നമ്മൾ പറയും. അപ്പം മദർ ബോർഡിൻ്റെ ഫങ്ഷൻ എന്താണ്, അതിൽ ഇന്ന വോൾട്ടേജിൽ കൂടുതലായിട്ടുള്ളതെന്ന് അത് അടിച്ചു പോകും, അത് അടിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് മാറ്റേണ്ടി വരും എന്നൊക്കെ നമ്മൾ പഠിക്കാതെ നമ്മുടെ ഒരു ഉപകരണം റിപ്പയർ ചെയ്യാൻ വരുന്ന പോലെ ഇരിക്കും. ഇനി നമ്മൾ ചില ചേഞ്ചസ്, വളരെ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകും ആഫ്റ്റർ ഓർ സൈമൾട്ടേനിയസ്ലി ഫോളോയിങ് എൻ ഇമ്പാക്ട് ഓൺ ദി സൈക്കി. അതായത് സൈക്കിയിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്ട്സ്, അല്ലെങ്കിൽ നമ്മൾ DHS എന്ന് പറയും, എല്ലാ കോൺഫ്ലിക്ട്സും രജിസ്റ്റേർഡ് ഇൻ എ പ്രിസൈസ്ലി പ്രീഡിറ്റർമിൻഡ് ബ്രെയിൻ റിലേ. ഇപ്പോൾ ബ്രെയിനിൻ്റെ അകത്ത് വളരെ പ്രിസൈസ്, വളരെ കൃത്യമായിട്ടുള്ള, അതിന് മാറ്റമൊന്നുമില്ല, കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ ഉണ്ട്, അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്, അതിന് കൃത്യമായ കോൺഫ്ലിക്ട്സ് ഉണ്ട്. അപ്പോൾ കോൺഫ്ലിക്ട്സ് പ്രൊഡ്യൂസ്, ഇതാണ് മോസ്റ്റ് സയൻറ്റിഫിക് ആയിട്ടുള്ള GNM നോളജ്. പ്രിസൈസ് ആയിട്ടുള്ള വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഈസ് ഹാപ്പനിങ് ഫോളോയിങ് എ കോൺഫ്ലിക്റ്റ് ഷോക്ക്. ഈ കോൺഫ്ലിക്റ്റ് ഷോക്ക് ഉണ്ടാകുമ്പോൾ ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ഓർ അണ്ടിൽ ഇറ്റ് ഈസ് റിസോൾവ്, ഇറ്റ് ഗീവ്സ് എ പർട്ടിക്കുലർ ടാർഗറ്റ് റിംഗ് ഫോർമേഷൻ വിസിബിൾ ഓൺ എ CT സ്കാൻ. ടാർഗറ്റ് റിംഗ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും പടത്തിൽ കണ്ടിട്ടുണ്ടാവും. അമ്പെയ്ത്ത് മത്സരം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒളിമ്പിക്സ് ഒക്കെ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ ഷൂട്ടിംഗ് മത്സരം കണ്ടിട്ടുണ്ടാവും. ദർ വിൽ ബി എ സെൻട്രൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടാവും, അതിൻ്റെ ചുറ്റുവട്ടത്ത് ഈക്വലി കോൺസെൻട്രിക് സർക്കിൾസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ള, അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രെയിനിൻ്റെ അകത്ത് ഏത് പർട്ടിക്കുലർ ഭാഗമാണോ അഫക്റ്റഡ് ആവേണ്ടത് അവിടെ ഈ പറയുന്ന സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു ചേഞ്ചസ് ഉണ്ട്. വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും എർത്ത് ക്വേക്ക് ഒക്കെ ഉള്ളപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത്ര റിക്ടർ സ്കെയിലിൽ ഇത്ര ഇൻറ്റൻസിറ്റി, അത് നേപ്പാളിലാണ് അതിൻ്റെ ഹയസ്റ്റ് ഉണ്ടായിരുന്നത്. അവിടെ അത് 10 ആണ് അതിൻ്റെ മെഷർമെൻറ്റ്, ഞാൻ മറന്നുപോയി, 10 റിക്ടർ സ്കെയിലിൽ കാണിച്ചത് എന്ന് പറയുന്നത്. ഇവിടെ തിരുവനന്തപുരത്ത് പോലും അതിൻ്റെ ഷേക്കിംഗ് ഉണ്ടായി. പക്ഷേ വെൻ ഇറ്റ് കെയിം ദർ, ഇറ്റ് ബിക്കെയിം വെരി ഫീബിൾ. ഇതുപോലെ നമ്മുടെ ബ്രെയിനിൻ്റെ അകത്ത് ഒരു പ്രത്യേക സ്ഥലം കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു ചേഞ്ചസ് നടക്കുവാണ്. അതിനാണ് HH എന്ന് പറയുന്ന ഹാമർ ഫോക്കസ് എന്ന് പറയുന്നത്. അത് ടാർഗറ്റ് റിംഗ് ആണ്, ആൻഡ് ദാറ്റ് ഈസ് വിസിബിൾ ഓൺ എ CT സ്കാൻ. ദി നേച്ചർ ഓഫ് ദി കോൺഫ്ലിക്ട് ഡിറ്റർമിൻസ് വിച്ച് ബ്രെയിൻ ഏരിയ ഈസ് അഫക്റ്റഡ്. ഞാൻ പറഞ്ഞു, പല പ്രാവശ്യം പറഞ്ഞു, എന്താണ് ആ കോൺഫ്ലിക്റ്റിൻ്റെ കണ്ടന്റ് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് ഏത് ബ്രെയിൻ ഭാഗത്ത്, അത് മോട്ടോർ കോൺഫ്ലിക്റ്റ് ആയിരിക്കണമോ, അല്ലെ മോട്ടോർ സെൻട്രലാണോ ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ സെറിബ്രൽ അല്ലെങ്കിൽ ടെമ്പറൽ ലോബിലാണോ ഉണ്ടാകേണ്ടത്, ഓക്സിപിറ്റൽ ലോബിലാണോ ഉണ്ടാകേണ്ടതെന്ന് ഇതെല്ലാം പ്രീ ഡിറ്റർമിൻഡ് പ്രോഗ്രാംസ് ആണ്. ഇനി അതിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് അതിനെ അഫക്റ്റ് ചെയ്യുന്നതിൻ്റെ തോത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ചെറിയ പ്രശ്നം ചെറിയ തോതിലുണ്ടാവുള്ളൂ. ഇനി എന്താണ് സാധാരണ സംഭവിക്കുന്നത്, ഇങ്ങനെ ഉണ്ടാകുന്ന ചേഞ്ചസിനെ ഇറ്റ് ഈസ് വിസിബിൾ ഓൺ എ ലൈക്ക് എ കോൺസെൻട്രിക് സർക്കിൾ. വളരെ ഷാർപ്പായിട്ടുള്ള ലൈനുള്ള ഒരു സർക്കിൾ ആയിരിക്കും. ബട്ട് വെൻ ഇറ്റ് ഈസ് കമ്മിങ് ടു ദി ഹീലിംഗ്, നമ്മൾ റിസൊല്യൂഷൻ നടന്നു, നമ്മൾ ആ ഒരു പ്രശ്നം പരിഹരിച്ചു, അപ്പോഴും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകും. ആ ചേഞ്ചസ് പക്ഷേ ഈ ഷാർപ്പ്നെസ്
ഓഫ് ദി കോൺസെൻട്രിക് ലൈൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഇറ്റ് വിൽ സ്റ്റാർട്ട് ഡിസോൾവ് ചെയ്യും. ഇറ്റ് വിൽ അണ്ടർഗോ എ ചേഞ്ച് ലൈക്ക് ഇഡിമ ഫോർമേഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ അതിൻ്റെ ബ്ലറിങ് ഓഫ് ദീസ് ഷാർപ്പ് ലൈൻസ് വിൽ ബി വിസിബിൾ. അപ്പോഴാണ് നമുക്ക് ഇഡിമ മീൻസ് സ്വെല്ലിങ് ഇൻ ദി ബ്രെയിൻ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ബ്രെയിൻ സ്വെല്ലിങ് വരുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി കോൺഫ്ലിക്റ്റ് ഹീൽ ചെയ്തു എന്നർത്ഥം. ഇറ്റ് ഹാസ് സ്റ്റാർട്ടഡ് ഇൻ ദി ഹീലിംഗ് ഫേസിൽ. അപ്പോഴാണ് നമുക്ക് തലവേദന ഉണ്ടാകുന്നത്, അപ്പോഴാണ് നമുക്ക് പല 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 സിംറ്റംസ് ഉണ്ടാകുന്നത്. ബ്ലറിങ് ഓഫ് വിഷൻ, നമുക്ക് കണ്ണ് കാണുന്നില്ല, അല്ലെങ്കിൽ ഡിസി ഫീലിംഗ് വരുന്നു, നമ്മൾ ഫെയിൻ്റ് ആകുന്ന പോലെ നമുക്ക് തോന്നുന്നു, നമുക്ക് ഓറിയന്റേഷൻ നഷ്ടപ്പെടുന്നു, നമുക്ക് വി ആർ ഫീലിംഗ് എ ലോട്ട് ഓഫ് സിംറ്റംസ്. അപ്പോൾ ഇതെല്ലാം വരുന്നത് നമ്മുടെ ബ്രെയിൻ പ്രഷർ കൊണ്ട്. ഞാൻ കൺഫസ് ചെയ്യുവാണ്, GNM പഠിക്കുമ്പോഴാണ് ബ്രെയിൻ പ്രഷർ എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ എല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഓർഗാസം അനുഭവിച്ചിട്ടുള്ളവരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. GNM പഠിക്കാത്ത ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല ഓർഗാസം വിൽ ബി എ സംതിങ് ഹാപ്പനിങ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഓർഗൻസ് എന്ന് നമ്മൾ തെറ്റായിട്ട് ധരിച്ചു പോകും. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദി ബ്രെയിൻ കൺട്രോൾഡ് ബൈ ദി മൈൻഡ്. അതുകൊണ്ട് മൈൻഡിനെ നമ്മൾ ആ ലവിങ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ നിലനിർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗാസം എൻജോയ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, ഇഫക്റ്റീവ് ആകത്തുള്ളൂ. അതുപോലെ തന്നെയുള്ള അനേക എപ്പിലെപ്റ്റിയോട് ക്രൈസിസ് ഉണ്ട്. നമ്മുടെ എപ്പിലെപ്സി എന്ന് പറയുന്ന മോട്ടോർ എപ്പിലെപ്സി അല്ലെ മോട്ടോർ കോൺഫ്ലിക്റ്റിന്റെ ഭാഗമായിട്ട് അതിന് ഹീലിംഗിൽ ഉണ്ടാകുന്ന എപ്പിലെപ്സി എന്ന് പറയുന്ന എപ്പിലെപ്റ്റോഡ് ക്രൈസിസ്, കഫ് എന്ന് പറയുന്ന ഒരു എപ്പിലെപ്റ്റോഡ് ക്രൈസിസ് ആണ്. നമ്മുടെ വോമിറ്റിംഗ് ഒരു എപ്പിലെപ്റ്റോഡ് ക്രൈസിസ് ആണ്. ഈവൻ പെർജിങ് അല്ലെ ഡയറിയ ഒരു എപ്പിലെപ്റ്റോഡ് ക്രൈസിസ് ആണ്. ലേബർ ഡെലിവറി ഓഫ് എ ചൈൽഡ്, അതും എപ്പിലെപ്റ്റോഡ് ക്രൈസിസ് നടക്കുന്ന. ഇതെല്ലാം നടക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ മാത്രമല്ല മൈൻഡും കൂടെ ഇൻവോൾവ് ആണ്. ആ മൈൻഡിലും കൂടെ അത് ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ഇനീഷ്യേറ്റ്സ് ഇൻ ദി ഹീലിംഗ് ഫേസ്. ഹീലിംഗ് ഫേസിന്റെ ആദ്യമുള്ള സംഭവമാണ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. അപ്പോൾ ബ്രെയിൻ റിലേ ഷോസ് സ്വെല്ലിംഗ് ഡ്യൂറിങ് റിപ്പയർ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. റിപ്പയർ ചെയ്യുന്നതോടുകൂടി അതുവരെ വളരെ ഷാർപ്പ് ഔട്ട്ലൈൻ ഉള്ള ഒരു കോൺസെൻട്രേഷൻ ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട്സ് റിസോൾവിങ് അല്ലെങ്കിൽ ഡിസോൾവിങ് ആൻഡ് ദെയർഫോർ ഫോളോഡ് ബൈ എ സ്വെല്ലിംഗ് ഇൻ ദി ബ്രെയിൻ. ആ ഇഡിമ തന്നെയാണ് ബ്രെയിൻ ഇഡിമ എന്ന് പറയുന്നത്. കാരോളിൻ എൻ്റെ ടീച്ചർ പല പ്രാവശ്യം സ്ട്രെസ് പുഷ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായില്ല. പിന്നീട് പഠിച്ചപ്പോഴാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നത്. എല്ലാ ഹീലിങ്ങിൻ്റെയും വളരെ മനോഹരമായിട്ടുള്ള ഒരു ലാറ്റർ പാർട്ടിൽ ഉണ്ടാകുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള പ്രതിഭാസമാണ് എപ്പിലെപ്റ്റോഡ് ക്രൈസിസ്. സോ എവറി എപ്പിലെപ്റ്റോഡ് ക്രൈസിസ് ഈസ് എ സ്ട്രെസ് പുഷ്. So brain pressure, the body itself knows its method how to stress push the brain edema and to be affected in the organ. That may be a cough, that may be a pain, that may be ejaculation, that may be a delivery, that may be a diarrhea, that may be a vomiting, that may be severe pain. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലാണ് നമ്മളത് കാണുന്നത്. അപ്പോൾ ഈ ഇഡിമയാണ്, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്, നമ്മുടെ തലവേദന, ഡിസീനസ്, ബ്ലറിങ് ഓഫ് വിഷൻ എല്ലാം സാധിക്കും. എപ്പിലെപ്സി എന്ന് പറയുന്ന എപ്പിലെപ്റ്റോഡ് ക്രൈസിസ് അല്ല. അപ്പോൾ എപ്പോഴും നമ്മുടെ ഹീലിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു റിപ്പയറിങ്ങും കൂടിയാണ്. ഇൻ ഓർഡർ ടു റിസ്റ്റോർ ദി പേഴ്സൺ ഓർഗാനിസം ബാക്ക് ടു ദിസ് ഒറിജിനൽ പൊസിഷൻ. അപ്പോൾ എല്ലാ ക്ലിനിക്കൽ സിംറ്റംസിനെയും നമ്മൾ ഇങ്ങനെ ഈ പ്രോഗ്രാമിൻ്റെ ഫ്രെയിം വർക്കിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, ബോക്സ് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും വാട്ട് ഈസ് വാട്ട്, ഏത് സിംറ്റം, ഏത് അവയവത്തെ, ഏത് കാരണത്തിൽ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ആണോ കോൺഫ്ലിക്റ്റ് ഹീലിംഗ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് മനസ്സിലാക്കാത്ത മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന കൺവെൻഷണൽ മെഡിസിൻ നമ്മുടെ തലച്ചോറിനെ എങ്ങാനും CT സ്കാൻ എടുക്കുക, MRI എടുത്തു കഴിഞ്ഞാൽ അവരെ എല്ലാവരെയും പിടിച്ച് ബ്രെയിൻ ട്യൂമറായിട്ട്. കാരണം ബ്രെയിൻ എന്തുകൊണ്ടാണ് കോൺസെൻട്രേറ്റ് റിങ്സ് നടക്കുന്നത് അത് നിങ്ങൾക്ക് വിശദമായിട്ട് പഠിപ്പിക്കാം, പക്ഷെ സമയമില്ലാത്തതുകൊണ്ടാണ്. കാരണം ഓരോ കോൺഫ്ലിക്റ്റും വരുമ്പോഴത്തേക്കും, നമുക്ക് പണ്ട് ഒരു TV ഒരു പരസ്യം ഉണ്ടായിരുന്നു, മനസ്സിൽ ലെഡ് പൊട്ടി എന്ന് പറയുന്ന ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടെങ്കിൽ ഓർക്കാൻ പറ്റും. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസിനൊന്നും സംഭവിക്കത്തില്ല, ന്യൂറോൺ വിൽ റിമെയിൻ. സാധാരണഗതിയിലുള്ള കോൺഫ്ലിക്റ്റ് കൊണ്ടൊന്നും സംഭവിക്കത്തില്ല. ബട്ട് ഇറ്റ്സ് ഇൻസുലേഷൻ. അതിനാണ് നമ്മൾ ഗ്ലൂയിയാണ്. ഗ്ലയ എന്ന് പറയുന്ന ആ ഒരു ഇൻസുലേഷൻ നാശിക്കും ഇമ്മീഡിയറ്റ്ലി. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഫോർ ദി ഗുഡ്. ഇമ്മീഡിയറ്റ്ലി ഇറ്റ് വിൽ ബി റിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് നീഡ്സ് എ ഫ്ലൂയിഡ് മീഡിയം. അതുകൊണ്ട് ദർ വിൽ ബി സോ മെനി ചേഞ്ചസ് ഹാപ്പനിങ് ഡ്യൂറിങ് ദി ഫ്ലൂയിഡ് മീഡിയം. അതുകൊണ്ട് ദാറ്റ് ഈസ് വൈ ദർ ഈസ് എൻ ഇഡിമ. ദാറ്റ് ഈസ് വൈ ഓൾ ദി സിംറ്റംസ് ആർ അസോസിയേറ്റഡ് വിത്ത് ദാറ്റ്.
അപ്പോൾ ബ്രെയിൻ ട്യൂമർ എന്ന് പറയുന്നത് എന്താണ്? പലപ്പോഴും ഈ പറയുന്ന റിപ്പയറിങ് ആഫ്റ്റർ ദി റെസൊല്യൂഷൻ, ഡ്യൂറിങ് ദി കോൺഫ്ലിക്ട്, ഹീലിംഗ്, ആ സമയത്ത് നടക്കുന്ന ചേഞ്ചസിൽ ദർ ഇസ് ഇഡിമ. ഈ ഇഡിമ എന്താണെന്ന് അവർക്ക് അറിയത്തില്ല, ബിക്കോസ് ദേ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദി മൈൻഡ് ഇൻവോൾവ്മെന്റ്. അപ്പൊ ആ ബ്രെയിൻ ഇഡിമയെ കണ്ടിട്ട് അവിടെ ഒരു ഒപ്പേസിറ്റി കാണുന്നു, അവിടെ ഒരു കോൺട്രാസ്റ്റിൽ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് അയാൾക്ക് ബ്രെയിൻ ട്യൂമർ. അയാൾ കുറെ വർഷമായിട്ട് തലവേദനയുള്ള ആളായിരിക്കും. ഒരു പ്രത്യേക സുപ്രഭാതത്തിന് അയാൾക്ക് ഡിസി ഫീലിംഗ് ഉണ്ടാവും, ഒരു ദിവസം തലകറങ്ങി വീണിട്ടുണ്ടാവും, അല്ലെങ്കിൽ കണ്ണും തല ഇരുട്ടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഉടനെ ആശുപത്രി പോയോ, അയാളെ ബ്രെയിൻ ട്യൂമർ ആക്കി. പിന്നെ എന്താ വേണ്ടത്? ഉടനെ അയാളുടെ തല വെട്ടിപ്പൊളിക്കണം, എന്നിട്ട് ആ ട്യൂമർ എടുത്ത് കളഞ്ഞാലേ ശരിയാകത്തുള്ളൂ. They don't know that body is repairing by forming a ഗ്ലയോമ. ആ ഗ്ലയോമയ്ക്ക് അവർ മനോഹരമായിട്ടുള്ള പല പേരും കൊടുത്തിട്ടുണ്ട്. അസ്ട്രോസ് ഗ്ലയോമ, അല്ലെങ്കിൽ പല പേരുകളുണ്ട്. അതിന്റെ അപ്പിയറൻസ് അനുസരിച്ച്, അതിന്റെ സ്വഭാവം അനുസരിച്ച്. അയ്യോ, ഗ്ലയോമ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമാണ്, ഇപ്പൊ ചത്തുപോകും, ഒന്നുമില്ല. They are all healing mechanisms of our beloved body. മനസ്സിലായോ? നമ്മുടെ ബോഡിയെ വളരെ ഭംഗിയായിട്ട് അതിൻ്റെ സൃഷ്ടാവ് എല്ലാ പ്രോഗ്രാംസും ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് നമ്മളെ ഇങ്ങോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ ഹീലിംഗ് പ്രോസസ്സിന്റെ സയൻസ് ആൻഡ് സിംറ്റംസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ബ്രെയിൻ സിറ്റി അനാലിസിസ് ഈസ് എസെൻഷ്യൽ ടു വെരിഫൈ ദി ബയോളജിക്കൽ കോൺഫ്ലിക്ട് അറ്റ് ഇ സ്റ്റേജ്. ഏത് ഭാഗത്താണ്, അതുകൊണ്ട് ഏത് കോൺഫ്ലിക്റ്റ് ആണ്, അതിന്റെ സ്റ്റേജ് എന്താണ്? കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് സ്റ്റേജിലാണോ, അപ്പോൾ കോൺസെൻട്രേറ്റ് റിങ്സ് വളരെ വിസിബിൾ ആയിരിക്കും, വളരെ ഷാർപ്പായിരിക്കും. ഹീലിംഗ് ഫേസിലാണോ, ബ്ലേർഡ് ആയിരിക്കും, അതിന്റെ മാർജിൻസ് ഡിസോൾവ് ചെയ്യുന്ന സ്റ്റേജ് ആയിരിക്കും, ബട്ട് വോളിയം വിൽ ബി മോർ. അപ്പോഴത്തേക്കും നമ്മൾ അതിനെ ട്യൂമർ എന്ന് അവർ പറഞ്ഞ് പേടിപ്പിക്കും. പേടിക്കരുത്, എല്ലാ പേടികളിൽ നിന്നും ഫ്രീ ആക്കാൻ പറ്റുന്ന ഒരു ശാസ്ത്രം നമ്മുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾ തന്നെ പഠിക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ, നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ നിങ്ങൾ ഇത് പഠിച്ചേ തീരും. So the brain knowledge is the indispensable as the mediator of all SBS programs, all SBS processes. Without brain level understanding, the connection between the psyche and the organ cannot be fully grasped. നമ്മുടെ ഓരോ അവയവവും ഏത് മാനസിക സംഘർഷമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ശരിക്കും മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ബ്രെയിനിന്റെ ഈ പറഞ്ഞ ഇവിടെ വളരെ ചുരുക്കമായിട്ട് വിവരിച്ച കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയേ തീരും. GHK offers a precise map. അതാണ് എൻ്റെ ടോപ്പിക്. പ്രിസൈസ് മാപ്പ്, ബയോളജിക്കൽ മാപ്പ് ഓഫ് ദി ബ്രെയിൻ ഓർഗൻ സൈക്കി. അതിൻ്റെ കണക്ഷൻ, അതിൻ്റെ അൺപാരലൽഡ് കണക്ഷൻ, അല്ലെങ്കിൽ ഇത്രയും ഒരു അറിവ് മെഡിക്കൽ സയൻസിൽ ആരും ഇതുവരെ തന്നിട്ടില്ല. ദർ ആർ so many sciences, so many theories regarding the psyche. There are so many theories regarding the neurology of the brain, central nervous system, etc. But not a single system of knowledge is there which explains the psyche, brain and body. അതുകൊണ്ട് യു ഹാവ് ടു ലേൺ. എന്നെ ശ്രമിക്കുന്നവർ നിങ്ങൾ രോഗിയാകണം, രോഗികളുടെ ബന്ധപ്പെട്ടവരായാലും, നിങ്ങളുടെ രോഗികളുടെ പേരൻസ് ഇവിടെ ഇരിപ്പുണ്ട്, എനിക്കറിയാം. രോഗികളുടെ കുട്ടികൾ ഇരിപ്പുണ്ട്. ഫാദർ രോഗിയാണ്, ഫാദറിന് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തിരിക്കുന്നു. എല്ലാ രോഗങ്ങളും ഈ പറയുന്ന 3 തലത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾ നിങ്ങളോടും നിങ്ങളുടെ ബന്ധുക്കളോടും ഈ ശാസ്ത്രത്തോടും നിങ്ങളുടെ മുമ്പിൽ വരുന്ന രോഗികളോടും നീതി ചെയ്യുന്നുള്ളൂ എന്ന് ഞാൻ പറയും നിങ്ങളോട്. ഇത്രയും പറഞ്ഞുകൊണ്ട് വളരെ ചുരുക്കത്തിലാണ്, വളരെ സ്പീഡിലാണ് ഓടിയതെന്ന് എനിക്കറിയാം. നമുക്ക് അടുത്ത് വരുന്ന ഒരു 10-15 മിനിറ്റിലേക്ക് വളരെ ഷോർട്ടായിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാം. ഞാൻ പറയാം, അധികം നീണ്ടുപോകരുത്, കാരണം നമ്മൾ ഒത്തിരി നീട്ടിക്കഴിഞ്ഞാൽ അത് പലർക്കും അലോസരമാകും. നമ്മളൊരു 10:15 പിരിയത്തക്ക രീതിയിൽ മാക്സിമം ഒരു 10 മിനിറ്റ് കൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. വളരെ റെലവൻ്റ് ആയിരിക്കണം. വായിക്കാനുള്ളതും പഠിക്കാതെ മടി പിടിച്ചേച്ച് വന്നിട്ട് ചോദിക്കരുത്. ഇത് വായിക്കാനുള്ള തയ്യാറില്ല, എന്നാൽ അതിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കുക. എന്നാലാവുന്ന പോലെ ഞാൻ ഉത്തരം പറയാം. നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്യാം. Dr. Shashidharan എഴുതി, the impact of conflict in the brain is known as target configuration, because concentric സർക്കിളിനെയും അതിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ഷൂട്ടിംഗ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ആരോ ഇതുണ്ടല്ലോ, അമ്പെയ്ത്ത് മത്സരം എന്നൊക്കെ പറയുന്നു, അതിലൊക്കെ ഉള്ള ആ ഒരു കൺസെപ്റ്റാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ടാർജറ്റ്. അപ്പൊ ആ ടാർജറ്റ് കോൺഫിഗറേഷൻ എന്നുള്ള പേരാണ്. അതാണ് ഡോക്ടർ ശശിധരൻ കറക്റ്റ് ചെയ്തത്. എനി അതർ ഡൗട്ട്? രാധ അൺമ്യൂട്ട് ചെയ്തോളൂ, ചോദിച്ചോളൂ. ഡോക്ടർ വർഗീസ്, ഗുഡ് ഈവനിങ്. ഞാൻ ഡോക്ടർ ഹരിഹരനാണ്. ശബ്ദം കൊണ്ട് തന്നെ എനിക്ക് അറിയാമല്ലോ സാറേ, പറഞ്ഞു.
ഞാൻ വൈഫിന്റെ ഇതിൽ കയറി എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഓക്കെ. വെച്ചാൽ എനിക്ക് ഞാനിപ്പം അല്ല കയറുന്നുണ്ട്, സ്ഥിരമല്ല എങ്കിലും ഓക്കെ. എനിക്ക് കൂടുതലൊന്നും അറിയില്ല. എന്നാൽ എനിക്കൊരു ചെറിയ സംശയം ഇപ്പൊ വന്നിരിക്കുന്നത്, ഈ ഈ ജനറ്റിക് ഫോർമുലേഷനും മൈൻഡും തമ്മിലുള്ള റിലേഷൻസ് എങ്ങനെയാ അപ്പോ? ജനറ്റിക് എന്ന് പറയുന്നത് താങ്കൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ക്രോമസോമൽ ക്രോമോസോംസ്. അതിലേക്ക് പോവുകയാണെങ്കിൽ അത് ഒരിക്കലും രോഗങ്ങൾ ഉണ്ടാക്കുകയില്ല എന്ന് വളരെ കൃത്യമായും ഡോക്ടർ ഹാമർ പഠിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുകയാണ് ഒരാൾക്ക് മംഗോളിസം ഉണ്ട്, അല്ലെങ്കിൽ ഒരാൾ ഓട്ടിസം ഉണ്ട്, അത് ജനറ്റിക് പ്രശ്നമാണ്. അല്ലെങ്കിൽ ഒരാൾക്ക് ഇഡിയോപ്പതിക് പെർപ്യൂറ ഹെമറേജിക് ആണ്, അത് ജനറ്റിക് ആണ്. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത എല്ലാത്തിനെയും പിടിച്ചിടുന്ന ഒരു ബോക്സാണ് ജനറ്റിക്സ്. ജനറ്റിക് തിയറി ഈസ് എ ഫേക്ക് തിയറി എന്ന് നമ്മുടെ ഇതിൻ്റെ കൂടെയുള്ളതാണ്. അങ്ങനെ അനേകം ഹൈപ്പോത്തസിസ് ഉണ്ട് ഡോക്ടർ ഹരിഹരൻ. ഇൻഫെക്ഷൻ തിയറി ഈസ് എ ഹൈപ്പോത്തസിസ് ആൻഡ് ദാറ്റ്സ് എ ഫേക്ക് തിയറി. എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഒരാളിൽ ജനറ്റിക് തിയറി എന്ന് പറയുന്നത് ഫേക്ക് ആണെന്നാണോ ഹാമർ പറയുന്നത്? അതെ അതെ, ദാറ്റ് ഈസ് നോട്ട് എ കോസ്. അതായത് എൻ്റെ അച്ഛൻ ഇന്ന രോഗം ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് ഇന്ന രോഗം. അങ്ങനെയാണെങ്കിൽ പ്രസവിച്ചു കഴിഞ്ഞിട്ട് ഒരു കുട്ടിക്ക് ട്യൂമറായിട്ട് വരികയാണെങ്കിൽ അത് എന്ത് കോൺഫ്ലിക്റ്റിന്റെ ഭാഗമായിട്ടാണ് അത് വന്നിരിക്കുന്നത്? എനിക്ക് ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ആ പേഷ്യൻ്റ് മലയാളിയാണ്, താമസിക്കുന്നത് ഹൈദരാബാദിലാണ്. അവിടെയുള്ള ഒരു തെലുങ്കനുമായിട്ട് പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ടാണ് കുട്ടി ഉണ്ടായത്. കുട്ടി വയറ്റിൽ കിടക്കുമ്പോഴത്തേക്കും 9 മാസമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്രെയിനൊക്കെ ഡെവലപ്പ് ചെയ്ത ഒരു സ്റ്റേജിൽ ഈ പറയുന്ന ഡോട്ടറിലോയും മദറിലുമായിട്ട് ഭയങ്കര ഫൈറ്റ് ഉണ്ടായി. ഹസ്ബൻഡ് ഇല്ലാത്തപ്പോൾ. ഹസ്ബൻഡ് ഉള്ളപ്പോൾ അവളെ പ്രൊട്ടക്ട് ചെയ്യും, കാരണം ഞാനാണ് അവളെ പ്രേമിച്ച് കെട്ടിക്കൊണ്ടുവന്നതെന്ന് പറഞ്ഞു വാദിക്കും. അതുകൊണ്ട് അയാളില്ലാത്ത സമയം നമുക്ക് ഈ അമ്മായിമ്മയും മരുമകളും തമ്മിൽ ഭയങ്കര ഫൈറ്റ് ഉണ്ടായി. അവളും വിട്ടുകൊടുത്തില്ല, തിരിച്ചടിച്ചു. ഞാൻ നിങ്ങൾക്കും കുറച്ച് താമസിച്ച് വന്നേ ഉള്ളൂ എന്നൊക്കെ സാധാരണ പറയുന്ന ആർഗ്യുമെന്റിൽ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവളുടെ വയറ്റിൽ അതുവരെയും പിടച്ച് ഓടിച്ചടന്നുകൊണ്ടിരുന്ന കുഞ്ഞ് അനങ്ങുന്നില്ല. ഉടനെ ആശുപത്രിയിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ആ കുഞ്ഞിന്റെ ബ്രെയിനിൽ ഒരു ട്യൂമർ. ആ ട്യൂമർ ആയിട്ട് കുഞ്ഞ് പിറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുഞ്ഞിന് ഓട്ടിസം ഉണ്ട്, ആ കുഞ്ഞിന്റെ എല്ലാ ബിഹേവിയറൽ പ്രോബ്ലംസും ഉണ്ട്. ഡോക്ടർക്ക് മനസ്സിലായി. How it can be cured? ഇറ്റ്സ് ഓൾറെഡി ക്യൂറിങ്. അതാണ് ഡോക്ടർ ഫുൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ഓൾറെഡി ക്യൂറിങ്. നമ്മുടെ ഡ്യൂട്ടി അല്ല അതിനെ ഓപ്പറേറ്റ് ചെയ്ത് മുറിച്ച് കളഞ്ഞ ട്യൂമർ ശരിയാവുന്നില്ല. ബട്ട് വി ആസ് ഹോമിയോപ്പത്സ്, എൻ്റെ സീനിയറായിട്ട് പഠിച്ച എൻ്റെ ബഹുമാന്യ സുഹൃത്താണ് ഡോക്ടർ ഹരിഹരനാണ്, രാധ എന്നുള്ള പേരിൽ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. ഡോക്ടർ ഹരിഹരൻ എന്തുമാത്രം ഹോമിയോപ്പതിക്ക് വേണ്ടിയിട്ടും അത് ഹോമിയോപ്പതി പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള ആളാണെന്നറിയാം. അതുപോലെ തന്നെ ഡോക്ടർക്ക് ഹരിഹരനോട് പറയേണ്ട കാര്യമില്ല, പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ, ഡോക്ടർക്ക് അറിയാം. അപ്പോൾ ഹോമിയോപ്പതി ഈസ് ദി ഓൺലി ട്രീറ്റ്മെന്റ്. By giving a medicine, depending upon the constitution of the mother and the child, we can give the best possible change that can happen in that baby, a child. അപ്പൊ നമ്മൾ പറയും നമുക്ക് ഓട്ടിസത്തിന് ഏതാ മരുന്ന്? ഇല്ല, ഓട്ടിസമോ ഏത് സോക്കോൾഡ് ജനറ്റിക് ഡിസീസും നിങ്ങളുടെ മദറിന്റെ കോൺഫ്ലിക്റ്റ് ഡ്യൂറിങ് പ്രഗ്നൻസി, ഡ്യൂറിങ് ഡെലിവറി, ഡ്യൂറിങ് ദി ഫസ്റ്റ് 18 years ഓഫ് ദി ലൈഫ് ഓഫ് ദി ബേബി, ആ സമയത്തെല്ലാം മദറിന്റെ കോൺഫ്ലിക്ട്സും കുട്ടിയുടെ കോൺഫ്ലിക്ട്സും സിങ്ക്രണൈസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ കുട്ടി എവിടെ ആയിക്കോട്ടെ അമ്മയുടെ കോൺഫ്ലിക്ട്സ് കുട്ടിയിൽ അത് ബാധിക്കും. ഇതാണ് അതിന്റെ കാരണം. അങ്ങനെ കോൺഫ്ലിക്ട്സ് ആർ ദി ഓൺലി കോസസ് ഓഫ് ഡിസീസസ് according to GSK. Then prescribe for the constitution of that child. Prescription എല്ലാം രണ്ടാമത് വരുന്ന കാര്യമല്ലേ. That only a homeopath can do the best prescription. അതിൽ വിശ്വസിക്കുന്ന ഒരു ഹോമിയോപ്പതി ഡോക്ടർ തന്നെയാണ്. എന്തിനാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു സേവ് ദാറ്റ് ബേബി, അല്ലേ? നോർമൽ ആകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ വൈ ദാറ്റ് ഹാപ്പൻഡ് എന്ന് അറിയാതെ നമ്മൾ കുറെ ഓട്ടിസ്റ്റിക് റെമഡീസും ഇത് കൊടുക്കുന്നതല്ല. വൈ ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദാറ്റ് ചൈൽഡ് അതറിയണ്ടേ? അപ്പൊ നമുക്ക് ദർ ക്യാൻ ബി എ സ്കോപ്പ് ഓഫ് കൗൺസിലിംഗ് എന്ന് ജനങ്ങൾ വിളിക്കുന്ന GHK തെറാപ്പി ടു ദി മദർ, GHK തെറാപ്പി ടു ദി ബേബി. ഒന്നും മനസ്സിലാകുന്നില്ലാത്ത ഓട്ടിസം ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. There we only have got medicine to give to the child, sometimes to the mother also. You know the rest of things. Okay, good. Any other question? Okay, thank you, doctor. Thank you, doctor. Thank you, Dr. Hariharan. Anyone else? അല്ലെങ്കിൽ നമുക്ക് 5 മിനിറ്റ് കൂടി ഒക്കെ നമുക്ക് കൊടുക്കാം. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ വേഗം ചോദിച്ചോളൂ. നമുക്കൊക്കെ ഉറങ്ങണ്ടേ, നാളെ രാവിലെ എണീക്കണ്ടേ. അതുകൊണ്ട് അധികം നീണ്ടു പോകാൻ പോകുന്നത് ശരിയല്ല. നേരത്തെ ഉറങ്ങുന്നവരൊക്കെ നമ്മളെ വിട്ടുപോയി.
44 പറഞ്ഞു, 49 വരെ വന്നായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇവിടെ നടക്കുന്ന ഈ ക്ലാസ് അടുത്ത ചൊവ്വാഴ്ചയും ദൈവസഹായത്തിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ധാരാളം പേരെ നിങ്ങൾ ഇതിലേക്ക് ചേർക്കണം. നമ്മൾക്കൊരു നല്ല ഒരു ഡെവലപ്പ് ചെയ്ത ഒരു ഗ്രൂപ്പായി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ 50 പേര് എൻറോൾ ചെയ്തപ്പോഴത്തേക്കും ഡോക്ടർ ശശി എന്നെ വിളിച്ചു പറഞ്ഞു, നമ്മൾ 50 പേര് തികഞ്ഞു കേട്ടോ നമ്മുടെ ഗ്രൂപ്പിൽ. ഇന്ന് 160ഓളം മെമ്പേഴ്സ് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഇതൊക്കെ ഈ അറിവ് ജനങ്ങളിൽ എത്തിക്കണമെന്നുള്ള ആഗ്രഹം നിങ്ങളിലൂടെ പ്രാവർത്തികമാക്കുന്നുണ്ടാണ്. അതുകൊണ്ട് അടുത്ത ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഡോക്ടർ ശശിധരൻ്റെ ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സും നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിൻ്റെ നമ്മുടെ ഗ്രൂപ്പിൽ അതിടും. അത് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസും നിങ്ങളുടെ ഗുണകാംക്ഷികളല്ല, നിങ്ങൾ ആരുടെ ആരോഗ്യമാണോ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, അറിവുള്ള കുഞ്ഞുങ്ങൾ, പ്രായപൂർത്തിയായവർ, നിങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും പങ്കെടുക്കുക. അങ്ങനെ മാത്രമേ നമ്മുടെ ലക്ഷ്യം സാധിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ ലക്ഷ്യം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളുടെ അടുത്തും ഈ അറിവ് എത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ മാത്രമല്ല, ധാരാളം ടീച്ചേഴ്സ് ഓൾ ഓവർ ദി വേൾഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഈ വേറെ വളരെ സന്തോഷകരമായ കാര്യം ഇവിടെ അവശേഷിക്കുന്നവർ പറയുവാണ്, അടുത്ത ബുധനാഴ്ച ഒരു ഇന്റർനാഷണൽ ടീമുമായിട്ട് ഞങ്ങൾ കൊളാബറേഷൻ നടത്തുന്നു. അതായത് GSK ഗ്ലോബൽ, അത് GSK USA ആയിരുന്നു. GSK ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു സംഘടിതമായിട്ടുള്ള ഒരു കോഴ്സ് നടത്തുന്ന, ഒരു ടീച്ചിങ് നടത്തുന്ന കൊണ്ട് ആൻഡി ലോക്കി മേയേഴ്സ് ആണ് അതിൻ്റെ ലീഡർഷിപ്പ്. അതിൻ്റെ കൂടെ ജൂലി മിന്ത എന്ന് പറയുന്ന ആളും കൂടെ സോറി കാത്തറിൻ പില്ലോ എന്ന് പറയുന്ന ഒരു ആളും കൂടെ കൂടിയിട്ടാണ് അത് നടത്തിക്കൊണ്ട് പോകുന്നത്. ആ സംഘടനയും ഞങ്ങളുടെ സംഘടന, അതായത് ഗ്ലോബൽ GSK ഫൗണ്ടേഷനും കൂടെ കൊളാബറേറ്റീവ് ആക്ടിവിറ്റീസ് ഇനി അങ്ങോട്ടേക്ക് ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളെല്ലാം നിങ്ങളുടെ 9ാം വാർഷികം ജാനുവരിയിൽ ആഘോഷിക്കുമ്പോൾ ഈ പറയുന്ന വളരെ വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ജസ്റ്റ് ടു give to this world the knowledge about this new invention by Dr. Hamer. അത് ലോകത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണം. അല്ലാതെ ഒരു വ്യക്തിക്കോ കുറച്ച് വ്യക്തികൾക്കോ മാത്രം സാധിക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങളുടെ എല്ലാവരും സഹായം ഉണ്ടാകണം. മലയാളികളായിട്ടുള്ളവരോട് മാത്രമാണ് ഈ വേദിയിൽ ഞാൻ സംവേദിക്കുന്നത്. നിങ്ങളുടെ ബന്ധുക്കളൊക്കെ മലയാളം മനസ്സിലാക്കുന്ന എല്ലാവരെയും ഈ വേദിയിൽ നിങ്ങൾ കൊണ്ടുവരണം. അങ്ങനെ ഒരു പരസഹായം അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ സർവീസ്, the best humanitarian service that you can offer during the lifetime of yourself is spreading of this knowledge എന്ന് വിശ്വസിക്കുന്നു. അതാണ് ഞാൻ ചെയ്യുന്നത്. അതാണ് ചെയ്യാനായിട്ട് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അത് ചെയ്ത് സഹായിക്കണം, ഈ ജനങ്ങളെ സഹായിക്കണം. നിങ്ങളുടെ രോഗം ബാധിതരായിട്ടുള്ള, ഞാൻ എപ്പോഴും പറയുന്നത്, ഡോണ്ട് ട്രൈ ടു ലേൺ സ്വിമ്മിങ് വെൻ യു ഫോൾ ഇൻ ഡീപ്പ് വാട്ടേഴ്സ്. നിലയില്ലാ വെള്ളത്തിൽ വീണ് പോയി കഴിഞ്ഞിട്ട് അന്നേരം നീന്തൽ പഠിപ്പിക്കണേ എന്ന് പറഞ്ഞ് കൈകാലിട്ട് അടിച്ചിട്ട് കാര്യമില്ല. യു ലേൺ സ്വിമ്മിങ് പ്രയർ ടു ദാറ്റ് അൺഇവൻ ആയിട്ടുള്ള ഒരു കലാമിറ്റി വരാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ അന്നേരം നീന്തലും അറിയാം എനിക്ക്, അവിടെ നീന്തി കയറാം എന്നുള്ള ധൈര്യത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ആരുമില്ലെങ്കിൽ നമുക്ക് നിർത്താം. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ചോദ്യങ്ങളുണ്ടെങ്കിൽ അവസാന ചാൻസ്. ആർക്കും ഇല്ലാന്ന് തോന്നുന്നു സാറേ. നമുക്ക് ഇന്ന് പിരിയാം. അടുത്ത ചൊവ്വാഴ്ച വീണ്ടും കാണാം. അതിൻ്റെ ഇടയ്ക്ക് ഡോക്ടർ ശശിധരന്റെ ക്ലാസ് വെള്ളിയാഴ്ച ഉണ്ടാവും അല്ലേ? അതെ ശശി സാറിന്റെ ക്ലാസ് ഉണ്ട്. വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കേസസ് ഒക്കെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ധാരാളം കേസസ് ഉണ്ട്. പക്ഷേ കേസസ് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നോളജ് വളരെ ലിമിറ്റഡ് ആകും. നമുക്ക് ഫൗണ്ടേഷൻ ഇല്ലാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇതിൻ്റെ ഫൗണ്ടേഷനിൽ ശ്രദ്ധിക്കുന്നത്. At the same time, I understand, I know that it is not a learning അല്ലെങ്കിൽ ടീച്ചിങ് അതിൻ്റെ പ്രോപ്പർ വേയിലല്ല ഞാൻ ചെയ്യുന്നത്. just to encourage you to learn, that's all. സാറിന്റെ നല്ലൊരു ഇൻഫോർമേറ്റീവ് സെഷൻ ആയിരുന്നു. അപ്പൊ താങ്ക് യു സാർ. അല്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. നമുക്കിപ്പം വെള്ളിയാഴ്ച വീണ്ടും കാണാം. Okay, thank you. Good night.